Well, hello guys. Welcome back to the podcast. വെൽക്കം ഗൈസ്. നമ്മൾ ലേറ്റ് ഇച്ചിരി ബിസി ആയിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ഓണായിരുന്നു, അതിൻ്റെ പുറകെ പോയി. പിന്നെ ഞാൻ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ അഡ്മിഷൻ്റെ പുറകെ പോയി. ഇനി നമ്മൾ നിയമം വെച്ചുള്ള കളികളാണ്. LLB പഠിക്കാനായിട്ട് തീരുമാനിച്ചു. സോ വിൽ സീ ഹൗ ഇറ്റ് ഗോസ്. അതൊരു നല്ല പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്യൂച്ചറിൽ കേസൊക്കെ വാദിക്കട്ടെ പോഡ്കാസ്റ്റിന്. മിണ്ടാതിരുന്ന് വളവളാന്ന് സംസാരിക്കും. അവരൊരു കരിയർ ആക്കാന്ന് വിചാരിച്ചു. ഓഫ്കോഴ്സ് അവർ മിണ്ടായിരുന്നോ? അതായത് അവിടെ പോയപ്പോഴാണ് മനസ്സിലാക്കിയത് ഒരു റാറ്റ് റേസ് ആണെന്ന്. ഓഫ്കോഴ്സ് അതിപ്പോ പഠിത്തമായാലും ജോലി ആയാലും എവിടെയായാലും. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഹാഫ് ഡേ മതി അതിന്. ആൻഡ് ഞാൻ തുടക്കത്തിൽ അഫിഡവിറ്റ് ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അറ്റൻഡൻസ് റെഗുലർ ആയിട്ട് വരത്തില്ല. അത് പുറത്താക്കാണ്ടിരുന്നത് നമുക്ക് നോക്കാം. പോഡ്കാസ്റ്റ് കണ്ടില്ലെങ്കിൽ കൊള്ളാം. ഞാൻ വെറുതെ ഇരിക്കുമല്ലോ. ഐ ആം വർക്കിംഗ്. ഡെഫിനറ്റ്ലി ഞാൻ വർക്കിംഗ് ആൻഡ് മൾട്ടിപ്പിൾ കമ്പനീസ്. അപ്പോൾ ഈ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇന്ന് ഒരു വേദിക് പുരാണ കഥ കുറച്ച് കോസ്മിക് ലെവലിൽ കണക്ട് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പം അതിന് മുന്നേ ചാർലി കിർക്കിന് എന്ത് പറ്റി? Propaganda. He was killed because he knew too much about the Epstein files. എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റി കൂടുതൽ അറിഞ്ഞത് കൊണ്ട് അവനെ കൊന്നതാണെന്ന് ധാരാളം ഫസ്റ്റ് തിങ് എടുത്ത ഇതുവരെ റിയൽ ഷൂട്ടറിനെ കിട്ടിയിട്ടില്ല. ഇന്നലെ ഐഡന്റിഫൈ ചെയ്തെന്ന് പറയപ്പെടുന്നു. ഫേക്ക്. രണ്ടാമത്തെ സാധനം, ഐഡന്റിഫൈ ചെയ്ത ആള് ഈസ് നോട്ട് എ വെറ്ററൻ ഷൂട്ടർ. 19 വയസ്സോ 20 വയസ്സോ ഉള്ള കോളേജ് ബോയ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ദ ഫൺ ഫാക്ട് ഇസ് ഈ ഷോട്ട് എടുത്തേക്കുന്നത് കറക്റ്റ് നെർവിന്റെ നെക്കിന്റെ ഇവിടെ. ആൻഡ് നെക്കിന്റെ അവിടെ നിന്ന് 200 yards അബൌട്ട് ഡിസ്റ്റൻസിൽ നിന്ന് ഓൺ എ വിൻഡി ഡേ ഇൻ ബിറ്റ്വീൻ ദ ക്രൗഡ് ഇൻ എ സിറ്റി കോളേജ് ക്യാമ്പസ് ഇത്രയും പ്രിസൈസ് ആയിട്ട് 19 വയസ്സുള്ളൊരു കൊച്ച് ആദ്യമായിട്ട് നോക്കി കാണുന്നവൻ. പൊട്ടന 200 yards ആണോ മീറ്റർ ആണോ ചെറിയ ഡൗട്ട്. ചാർലി കിർക്ക് എന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി വാസ് എ റൈറ്റ് വിങ്ഡ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജീസസ് ഫോർ ലൈഫ്. പുള്ളി അബോഷനെതിരായിരുന്നു. പുള്ളി ഈ ഇതുണ്ടല്ലോ നമ്മുടെ ട്രാൻസ്ജെൻഡറിസം, LGBTQ+-എതിരായിരുന്നു. റാഡിക്കൽ ഫെമിനിസത്തിനെതിരായിരുന്നു. ഫാമിലിക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത ആളാണ്. പുള്ളി റിലീജിയസ് ആയിരുന്നു. പുള്ളി പറയുന്നത് ദൈവത്തിനെ മുന്നിൽ കൊണ്ടുവരിക, കൺസിഡർ യുവർ ഫാമിലി മോർ ദാൻ യുവർ കരിയർ എന്ന് പറയുന്ന ഒരു മോട്ടോയിൽ പുള്ളി മുന്നോട്ട് പോയി. പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു പുള്ളി കൊല്ലപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഈ ഡീപ് സ്റ്റേറ്റിനെ വിഷമിപ്പിച്ച സാധനമാണ് എപ്സ്റ്റീൻ ഫയൽസ്. എപ്സ്റ്റീൻ ഫയൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ലാത്തവർക്ക് ഒരു ചെറിയൊരു പീക്ക് തരാം. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയുന്നില്ല. ഒരു ഐലൻഡാണ്. ആ ഐലൻഡിൽ ഒരാൾ ഒരു സ്ഥാപനം നടത്തുകയാണ്. ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ഒരാൾ വലിയൊരു സ്ഥലം കൊണ്ടുപോകണം. ഒരു ഐലൻഡ് ഫുള്ള് പുള്ളിയിടുക. മച്ചാൻ അതിൽ എന്തും കാണിക്കാം. ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഫോർമർ മൊസാദ് ഹെഡ് എന്ന് പറഞ്ഞാൽ ടോപ്പിലല്ല, മൊസാദ് ഏജന്റ് ആയിരുന്നു. വലിയ ആളുകളായിരുന്നു. മൊസാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിങ്. നമ്മളുടെ റോ എന്ന് പറയത്തില്ല ഇന്ത്യയുടെ, നമ്മുടെ അജിത് ദോവാലൊക്കെ പോലുള്ള മൊസാദ് എന്ന് പറയുന്നതാണ് എപ്പിറ്റം ഓഫ് ഇന്റലിജൻസ്. അതെ, മൊസാദ് അറിയാതെ ഇന്ന് നമ്മൾ നരേന്ദ്രമോദി പോലും ഇന്ന് രാത്രി എവിടുന്ന ഡിന്നർ കഴിക്കുന്നത് മൊസാദിന് അറിയാം. സോ ബിഗ് ആൻഡ് സോ വാസ്റ്റ് ആൻഡ് സോ ട്രെയിൻഡ്. മൊസാദിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇസ്രായേലി ഫോഴ്സസ് കണ്ടുപിടിച്ച സാധനമാണ് ക്രാവ് മഗ. എന്ന് വെച്ചാൽ ക്രാവ് മഗ ഇസ് എ മാർഷ്യൽ ആർട്ട്. അത് കോമ്പറ്റീഷൻ ആക്കാൻ പറ്റത്തില്ല. കാരണം എന്താ അറിയോ, കോമ്പറ്റീഷൻ ആക്കാൻ ഇയർലി അവന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ പറ്റിയിട്ടുണ്ട്. പക്ഷെ ക്രാവ് മഗ കോമ്പറ്റീഷൻ ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റ കാരണമുള്ളൂ. ക്രാവ് മഗ only follows one rule: how to kill the opponent. How to kill the opponent. No knockout, no direct killing ആ ക്രാവ് മഗ. അതുകൊണ്ട് എനിക്കൊന്നും കോമ്പറ്റീഷൻ ആക്കിയിട്ടില്ല. അപ്പോൾ ഈ പുള്ളി ഈ ഐലൻഡിൽ ഫുള്ളി ഓൺ ചെയ്തിട്ട് ഐലൻഡ് ഔട്ട്സൈഡ് വേൾഡിൽ ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ പോട്ടെ, ഇപ്പം വേറെ രാജ്യത്തെ പ്രസിഡൻസിന് പോലും പോകാനുള്ള ഇതില്ല. കാരണം ഐലൻഡ് മൊസാദിൻ്റെ അല്ലെങ്കിൽ
എപ്സ്റ്റീന് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. അതിൽ പ്രൈവറ്റ് ഐലൻഡാണ്. അതിൽ നമുക്ക് പോകണമെങ്കിൽ പുള്ളിയുടെ അനുവാദം വേണം. അതൊക്കെയാണ് അവിടുത്തെ നിയമങ്ങൾ. ഇല്ലെങ്കിൽ നമ്മളെ ബോട്ടിൽ ചെല്ലുമ്പോൾ ഷൂട്ട് ഡൗൺ ചെയ്യും. നമ്മുടെ മറ്റേ ഇല്ല ഒരു സ്വാമി നിത്യാനന്ദ വേർത്തോണ്ടല്ലോ സ്വന്തമായിട്ട് ഐലൻഡ് മേടിച്ച് സ്വന്തമായിട്ട് പാസ്പോർട്ട് അടിച്ച് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയവൻ. എനിക്ക് ഓർമ്മയില്ല. How can a teacher, if the teacher can't teach all subjects, how can a student learn all subjects? If the teacher cannot teach all subjects. അതാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ പറയുന്നത് if nothing cannot exist from nothing, it is nothing. ബ്രോ സ്വാമിമാരെ നമുക്ക് ഇഷ്ടമാ, കാർട്ടൂണൊക്കെ കാണുന്ന പോലെ ടിവിയിൽ ഫണ്ണിന് കാണാൻ. സ്വർണ്ണം തുപ്പുന്നൊരു വീഡിയോ. ബ്രോ ഇത് നിങ്ങളെ ഹേർട്ട് ചെയ്യാനും ഇന്ത്യൻ ചെയ്യാനൊന്നും അല്ല. നമ്മള് മതപരമായിട്ട് നമ്മള് ആളുകൾ ഇത് പൈസയാക്കാൻ തുടങ്ങുമ്പോൾ അത് കോമഡി ആവും. ഞങ്ങൾക്ക് ഐലൻഡ് മേടിച്ച് ബ്രോ പുള്ളി തമിഴ്നാട്ടിലുള്ള നിത്യാനന്ദ എന്നാണ് പേരെന്ന് തോന്നുന്നു. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു പുള്ളിയാ. പുള്ളി വളരെ സാധുവാ. പുള്ളി റോൾസ് റോയ്സിലൊക്കെ നടക്കത്തുള്ളൂ. മറ്റേ വാച്ചൊക്കെ പുള്ളി ഫുള്ള് ചുമപ്പൊക്കെ ഇട്ടേക്കുന്ന കാവി പോലത്തെ ഒരു ചുമപ്പും പിന്നെ ഒരു 3 കോടിയുടെ വാച്ചും. വളരെ സാധുവായ മനുഷ്യനാ പുള്ളി. ഇതൊക്കെ ചെയ്ത് ഐലൻഡ് വാങ്ങി. ലൈഫ് ഈസ് വെരി സിമ്പിൾ. ലൈഫ് ഈസ് വെരി സിമ്പിൾ. അപ്പം ഇതിലൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട്. ഇറങ്ങാൻ പറ്റുന്ന ഒരു കരിയറായിട്ട് എടുക്കുക. പേഴ്സണലി ഒരാളെ അറിയാം ഫ്രം മൈ ബാംഗ്ലൂർ വെഞ്ചർ റൈറ്റ്. ഞാൻ അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഡീൽസിന് പോയി പണ്ട് ഓർമ്മയുണ്ടോ? ഐ നോ എ പേഴ്സണൽ മലയാളി ലിവിംഗ് ഇൻ ബാംഗ്ലൂർ as a Sami and he is making millions. I also know he goes to Thailand very often. അത് പുള്ളിയുടെ ഈ മില്യൺസ് ഒക്കെ ഉണ്ടാക്കി ചുമന്ന് ദേഹം വേദനിക്കുമ്പോൾ മസാജിന് പോകുന്നതാ. ടൈം മസാജ് വളരെ നല്ലതാണ് ബോഡിക്ക്. ഡു റെക്കമെൻഡ്. ഞങ്ങൾ പോയിട്ടില്ല. ഓക്കെ, സ്വാമിമാർക്കൊക്കെ ഉള്ള പൈസ അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ എപ്സ്റ്റീൻ്റെ ഇതിലോട്ട് തിരിച്ചു വരുക. അപ്പൊ ഈ ഐലൻഡിൽ ഈ പ്രശ്നം എന്തോന്ന് വെച്ചാൽ ഐലൻഡ് ഓഫ് ലിമിറ്റ്സ്. കഴിഞ്ഞ 10, 20, 30 വർഷമായിട്ടൊക്കെ ഈ ഐലൻഡിലോട്ട് ആരും പോയിട്ടില്ല. എന്തുവാന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഈ എപ്പോഴും ഒരു 10 years ago ഒരു വിസിൽ ബ്ലോവർ ഐലൻഡിനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതുക. ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് പെൺവാണിഭം, അതുപോലെ തന്നെ പെഡോഫിലിയ എന്ന് പറഞ്ഞാൽ പ്രായം തികയാത്ത കുഞ്ഞുങ്ങളെ എന്താ പറയുക സെക്ഷുവൽ ആക്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പോക്സോ കേസ് എന്നൊക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് എന്ന് പറയുന്നതാണ് ഇത്. അപ്പം ചൈൽഡും സെക്ഷൽ ഒഫൻസും ചേരുന്ന ഒരു സംഭവമാണ് ആ ഐലൻഡിന് വേണ്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു ഇതാണ് അത്. അപ്പോൾ ഇങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചുപോയി. അത് കഴിഞ്ഞ് 2-3 കേസ് വരുന്നു, 2-3 മന്ത്രിമാർ വരുന്നു, കുറച്ച് ആളുകൾ വരുന്നു. ഇവരെല്ലാം പതുക്കെ കാണാതാവുക എന്ന് പറഞ്ഞാൽ തട്ടിക്കളയുക. വലിയ ആളുകളാണ്. അവസാനം ഒരു 2-3 years ago ഭയങ്കര ഒരു കേസ് വന്നു, തെളിവുകൾ വന്നു. ഈ എപ്സ്റ്റീൻ ഐലൻഡിനെ പറ്റി അങ്ങ് വെളിയിൽ പരന്നു. വീഡിയോയോ അവിടെ പോയ ആളുകളോ പെണ്ണിന്റെ ടെസ്റ്റിമോണിയും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇതങ്ങ് പരന്നു. എന്ന് വെച്ചാൽ എന്നിട്ട് പെട്ടെന്ന് ഈ ചെയ്യുന്നവരെല്ലാം ഈ മൊസാദ് അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവരെ വിളിച്ചു പറയുന്നവരെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ കോടതിയിൽ കേസ് വരുമ്പോൾ കേസ് കാണാതെ പോവുക, ഫയൽ എല്ലി തിന്നുക, ഇങ്ങനെയൊക്കെയുള്ള റാൻഡം ഷിറ്റ് വരിക. എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് യു തിങ്ക്. കേസ് കോടതിയിലെത്തില്ല. കേസ് കോടതിയിലെത്തിയാൽ 4 മണിക്ക് ഹിയറിംഗ് ആണെങ്കിൽ 3 മണിക്ക് കോടതിക്ക് ട്രാൻസ്ഫർ. അങ്ങനെ കേസും ട്രാൻസ്ഫറും എല്ലാം കൂടെ വേറൊരു രാജ്യത്ത് പോകുന്നു, വിയന്നെ പോകുന്നു. ഒബാമയുടെ സ്കീമൊക്കെ അതെല്ലാം പറയാം ഇപ്പം. അങ്ങനെ വന്നു അവസാനം ഭയങ്കര വേൾഡ് അറ്റൻഷൻ വന്നു, ഭയങ്കര പ്രശ്നം വന്നു. അവസാനം ഈ മൊസാദ് അല്ലെങ്കിൽ CIA എന്തിനാണ് ഇയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ലോകത്തിനെ നന്നാക്കാനല്ലേ ഈ ലോകം, അല്ല ഈ CIA മൊസാദും. ഇയാൾ എന്തിനു പ്രൊട്ടക്ട് ചെയ്യുന്നു ചോദിച്ചു വന്നപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഡീക്ലാസിഫൈ ചെയ്തത്. ലീക്കായി പ്രോജക്ട് പോണി എന്ന് പറഞ്ഞാൽ അതിപ്പോ എനിക്ക് തോന്നുന്നു ഇന്റർനെറ്റിൽ കാണില്ല, അതിന്റെ പേര് മാറ്റി കാണും. അതിന്റെ എന്താന്ന് വെച്ചാൽ ഡീപ് വെബിൽ നോക്കിയാൽ കിട്ടും. അതെ, ഇങ്ങനെ ഒരു ഐലൻഡ് ഉണ്ടാക്കിയിട്ട് ലോകത്തിലെ ലീഡേഴ്സിനെ എല്ലാം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിൻ്റെ ഇറാൻ്റെ ഒരു ലീഡർ, പാകിസ്ഥാൻ്റെ ഒരു ലീഡർ, നമ്മളുടെ ഇന്ത്യ എന്നൊരു ലീഡർ, ഞാൻ വെറുതെ പറയുകയാണ്, രാജ്യങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന്
ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിൽ നിന്ന് ഇവരൊക്കെ പോയിട്ടുണ്ടോ പോയിട്ടില്ലയോ എന്ന് എനിക്കും അറിഞ്ഞുകൂടാ, ദൈവത്തിനും അറിഞ്ഞുകൂടാ. അലഗേഷൻസ് ആണ്, ഇത് കോടതിയിൽ എത്തുന്നില്ല. ഇവരെല്ലാവരും അവിടെ വന്ന് കുൽസിത പരിപാടിയിൽ ഏർപ്പെട്ട് തിരിച്ചു പോകുന്നു. വർഷങ്ങൾ കടക്കുന്നു, 4 വർഷം കഴിയുന്നു, 5 വർഷം കഴിയുന്നു, പ്രസിഡന്റ് ആവുന്നു. അവരൊക്കെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സ് ആണല്ലോ. ഒരു പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇവരുടെ ടേബിളിൽ ഒരു ലെറ്റർ വരും. ലോക്കീഡ് മാർട്ടൻ F-35 ഇത്ര ബില്യൺ 500 ബില്യൺ ഫ്രാൻസ് ഒപ്പിടുക, ഡീല് വേണോ വേണ്ടയോ? അപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ പറയും, ഞാൻ വെറുതെ പറയുന്നതാണ്, ഇമ്മാനുവൽ മാക്രോൺ പറയും വേണ്ട, നമ്മുടെ ഇത്രയും പൈസ ഇല്ല. മാത്രമല്ല നമ്മുടെ ഈ മറ്റേ ഇതുണ്ട്, മിറാജ് അല്ലല്ലോ, ടൈഫൂൺ ഉണ്ട്, യൂറോ ഫൈറ്റർ ഉണ്ട്, പിന്നെ ഫ്രാൻസിന് സ്വന്തമായിട്ടുള്ളതാണല്ലോ നമ്മുടെ തന്നേക്കുന്നത്. മിറാജ് അല്ല, ഇത് ഇപ്പൊ പോയി അടിച്ചിട്ട് വന്നു. നമ്മുടെ റഫാൽ എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞറിയുമ്പം അടുത്ത ദിവസം ഒരു കോൾ വരും, സാർ ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, ഒന്ന് കാണണം. നോക്കുമ്പം മാക്രോൺ കുൽസിത പരിപാടികൾ പോക്സോയിൽ മാക്രോൺ എന്ന് പറയുന്നത് അതിൽ ഏർപ്പെടുന്ന ഒരു വീഡിയോ. ഇതുപോലെ പല ലീഡേഴ്സും പല രാജ്യത്തും പല സമയങ്ങളിലും ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പല ഡീലുകളും സംഘടിപ്പിച്ചെന്നും ബ്ലാക്ക് മെയിൽ ചെയ്ത് വർഷങ്ങൾ കടന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടവർ ഒരു കൾട്ടുണ്ടാക്കി ഇതിനെതിരെ തിരിഞ്ഞെന്നതാണ് സ്റ്റോറി. മനസ്സിലായോ? അങ്ങനെയാണ് ഇത് വെളിയിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഇത് അവിടെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ്, ആ ഒരു ബിൽഡിങ്ങിന് അണ്ടർഗ്രൗണ്ട്, ഐലൻഡ് ഫുൾ അണ്ടർഗ്രൗണ്ടാണ്. ഒരൊറ്റ ബിൽഡിങ്ങേ ഉള്ളൂ. ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു വീട് പോലെ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ ഏരിയൽ സർവൈലൻസിനൊന്നും നോക്കാൻ പറ്റില്ല, ഒന്നുമില്ല. ഒരു ഐലൻഡിൽ ഒരു വീട് മാത്രം. ആ വീട്ടിനകത്ത് അന്ന് കോൺഫെസ്റ്റിഗേറ്റ് ചെയ്ത് പോലീസ് വന്ന് റെയ്ഡൊക്കെ കഴിഞ്ഞു. അങ്ങനെയാണ് ഈ തെളിവെല്ലാം വെളി വരുന്നത്. വന്നപ്പോൾ 2000-ൽ പരം പെൺകുട്ടികളെ ജീവനോടെ അവിടെ നിന്ന് എടുത്തു. എവ്രിബഡി ഈസ് ഏജ്ഡ് ബിറ്റ്വീൻ 6 and 11. 6-നും 11-നും 2000+ ലേഡീസ്. അത് കഴിഞ്ഞിട്ട് കിഡ്സ്, ലേഡീസ് അല്ല കിഡ്സ്. അത് കഴിഞ്ഞിട്ട് ലോകത്തിലെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വന്നൊരു ലിസ്റ്റാണ് എപ്സ്റ്റീൻ ലിസ്റ്റ്. എപ്സ്റ്റീൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്സ്റ്റീൻ്റെ ടെസ്റ്റിമോണിയാണ്. ആരൊക്കെ ഇവിടെ വന്നു, ഞാൻ ആരൊക്കെ ഇവിടെ കൊണ്ടുവന്നു ഈ പരിപാടികൾ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞ് എപ്സ്റ്റീൻ തയ്യാറാക്കിയ കോടതിയിൽ കൊടുത്ത ലിസ്റ്റ്. അതിനകത്ത് ഡിഡി ഉണ്ട്, നിങ്ങളുടെ ഡിക്കാപ്രിയോ ഉണ്ട്, നിങ്ങളുടെ ഇന്ത്യൻ ഒരു സ്റ്റാറിൻ്റെ 2 പേരുടെ പേരുണ്ട്, ഞാൻ പറയുന്നില്ല. പിന്നെ കേസ് തെളിയാത്തോണ്ടേ, കാരണം ഇത് അങ്ങനെ കേൾക്കൊന്നല്ല, കേട്ടാൽ നമ്മൾ നശിപ്പിക്കാവുന്നതേ ഉള്ളൂ. സോ ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ്. ഞാൻ ലോ അടിക്കും, നീ പഠിച്ചത് ഇന്ത്യൻ ഇത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ബിൽ ഗേറ്റ്സ്, ഒബാമ, ക്ലിൻറ്റൻസ് ഒക്കെ മൾട്ടിപ്പിൾ വിസിറ്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ ലോയൽ കസ്റ്റമേഴ്സ് ക്ലിൻറ്റൻസ്. അതുപോലെ വേറൊരു ഫ്രീക്കി ആളുകളുണ്ട്, സ്റ്റീവൻ ഹോക്കിങ്സ് ജെഫ്രി എപ്സ്റ്റീൻ്റെ ലിസ്റ്റിലുണ്ട്. എന്നിട്ട് ജെഫ്രി എപ്സ്റ്റീൻ ബ്രാക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റീവൻ ഹോക്കിങ്സിന് ഏറ്റവും ഇഷ്ടം, സ്റ്റീവൻ ഹോക്കിങ്സിന് ഞാൻ അന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തത് 6 മിഡ്ജറ്റ്സിനെ ആയിരുന്നു. ബ്രോ ഇത് ഞാൻ പറയുന്നതല്ല, അതെ ഞാൻ പറയുന്നതല്ല, ഇത് എപ്സ്റ്റീൻ ഫയൽസ്, CIA വെളിവിട്ട് എപ്സ്റ്റീൻ ഫയൽസ് പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, ഇതിനകത്ത് ലോകത്തിലെ എല്ലാ വില്ലന്മാരും ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരും എപ്സ്റ്റീനെതിരെ തിരിയുകയും എപ്സ്റ്റീനെ ജയിലിൽ അടച്ചെന്നോ ജയിലിൽ നിന്ന് കൊന്നെന്നോ ജയിലിൽ ഇപ്പോൾ അല്ലാന്നോ എവിടാന്ന് പുള്ളി ലോകത്തിലെ ഏറ്റവും ലക്ഷൂറിയസ് ലൈഫ് ജീവിക്കുവാണെന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇത് എപ്സ്റ്റീൻ ചത്തില്ലാന്നോ അല്ലെങ്കിൽ ജയിലിൽ പിടിച്ചിട്ടില്ല ട്രംപ് അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാവരും ഇതിനകത്തുണ്ട് എന്നൊക്കെ തുറന്നടിച്ച് പറയുന്ന ഒരാളായിരുന്നു ചാർലി കിർക്കിന് ആദ്യമേ ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരും മൈൻഡ് ചെയ്തില്ല. പിന്നെ ക്രിസ്ത്യാനിറ്റിയും ലോകവും ഞങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ അറിയാവുന്ന ഒരാളായി. വേൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുള്ളി എപ്സ്റ്റീൻ ഫയലിനെ പറ്റി പറയാൻ തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോൾ അണ്ണന്മാർ വിചാരിച്ചു ഹീസ് എ ത്രെറ്റ്, എലിമിനേറ്റ് ഹിം. കാരണം കൊന്നു. പുള്ളിക്കാരന് ടു മച്ച് ഇൻഫർമേഷൻ ആൻഡ് ആക്സസ് ആയി തുടങ്ങി. അതെ CIA അടുത്ത് കമ്പനി തുടങ്ങി. പിന്നെ പുള്ളി പൊളിറ്റിക്കലി കയറാൻ തുടങ്ങി. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഹി വുഡ് ഹാവ് ബീൻ എ പൊളിറ്റിക്കൽ US പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്. സത്യം, പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് 10 വർഷത്തിനകം പുള്ളി ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിക്കൂടെ എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ ആരൊക്കെയോ തീരുമാനിച്ചു. കോളേജിൽ ഇതിനെപ്പറ്റി സ്പീച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പം കഴുത്തിൽ 200 മീറ്റർ അപ്പുറത്തുനിന്ന് 1/4 കിലോമീറ്റർ
19 വയസ്സുള്ള ഒരു സ്കൂൾ പയ്യൻ ഇവനോട് ദേഷ്യം തോന്നി വെടിവെച്ചെന്നാണ് CIA വെളിവിട്ടേക്കുന്നത്. 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് സ്നൈപ്പർ വെച്ച് കഴുത്തിനകത്ത് വെടിവെച്ച് കൊന്നു. അപ്പോൾ അതൊരു ഡെഡ്ലി സ്നൈപ്പറിനെ അത് പറ്റും. പിന്നെ അവിടെ ഏറ്റവും സംഭവം എന്ന് പറഞ്ഞാൽ ക്രൗഡിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഷൂട്ടേഴ്സിന്റെ എന്തോ സ്കീമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളാണ് ചാർലി കിർക്ക്. അപ്പൊ അയാളെയൊക്കെ കൊന്നു. അതുകൊണ്ട് കൂടുതൽ സത്യങ്ങൾ വിളിച്ച് പറയുന്ന ആരെ എല്ലാം അവർ കൊന്നു കളയും. ഞങ്ങളെ അല്ല, ആര് പറഞ്ഞാലും. നമ്മൾ മെയിൻ ടോപ്പിക്കിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇച്ചിരി ബ്രീഫായിട്ട് പഠിക്കുകയായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസം മുന്നേ തുടങ്ങി. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹി വെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. സ്കൂട്ടറിൽ നിന്ന് 2 വീലറിൽ നിന്ന് പറ്റിയ ആക്സിഡൻറ്റാണ്. സോ ഗൈസ്, ഫസ്റ്റ് തിങ് ഇസ്, പറ്റുന്നവരൊക്കെ, എനിക്കറിയാം ഒരുപാട് പേർക്കൊന്നും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, പക്ഷെ പറ്റുന്നവരൊക്കെ 4 വീലറിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഐ നോ, ഇൻക്ലൂഡിങ് മീ, ഞാൻ എന്നും ഡെയിലി സ്കൂട്ടർ എടുക്കുന്ന ആളാണ്. സ്കൂട്ടർ എടുക്കുന്നൊരു ഇതിൻ്റെ ഉണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, അതൊരു നട്ടിലോടുന്ന സാധനം, അത് മൈൻഡിൽ വെക്കുക, ആ മൈൻഡിൽ വെച്ചെടുക്കുക. ഞാൻ പറഞ്ഞതൊന്നുമല്ല. സോ പുള്ളിയുടെ നെർവ്സിനകത്തൊക്കെ കുറച്ച് എന്തൊക്കെയോ കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം ഞാനും പുള്ളിയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്തൊക്കെയാണ് റീജനറേറ്റീവ് നെർവ്സിന്, ന്യൂറോൺസ് ഗ്രോത്തിനൊക്കെ പറ്റും. ഇപ്പോൾ കുറേ മഷ്റൂംസ് വന്നു, ലൈൻസ് മെയിൻ വന്നു, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ബുൾഷിറ്റ് മോഡേൺ സയൻസ് അല്ലാതെ ഞാൻ ബാക്കി നോക്കി. ലെറ്റ് മീ ടെൽ യു സംതിങ്. ഏൻഷ്യൻ കുരുക്ഷേത്ര യുദ്ധം എടുക്കുക. ഒരു യുദ്ധം കഴിഞ്ഞ് രണ്ടാമത്തെ യുദ്ധത്തിന് പോകുന്ന വാറിയേഴ്സിനൊക്കെ കോമൺ ആയിട്ടൊരു കാര്യം കാണും. ERPC, കമ്മല്, കടുക്കൻ. അതും വെരി ഹൈ പൊട്ടൻ പീസ് ഓഫ് ഇലക്ട്രിക് മെറ്റീരിയൽ. അത് കാരണം എന്താ അറിയോ? നമ്മുടെ ബോഡിയിലെ ഇലക്ട്രിക് ചാർജസ് നെഗേറ്റ് ചെയ്യുന്നതല്ല. ഞാൻ കറക്റ്റ് വരാം. ദിസ് ഈസ് ഗൈസ്, ഞാൻ ഇനി പറയാൻ പോകുന്നത് സയന്റിഫിക്കലി പ്രൂവൺ അക്കോർഡിംഗ് ടു അക്യുപഞ്ചർ നോളജ്. ഓക്കെ, സയന്റിഫിക്കലി പ്രൂവൺ, സയൻസ്. ഓക്കെ, നമ്മുടെ ബോഡിയിലെ മിക്ക നെർവസ് സിസ്റ്റംസിനകത്തും ഇവിടെ ഒരു സ്പൈറൽ കണക്ഷൻ ഉണ്ട്. സ്പൈറൽ കണക്ഷൻസ് ഇവിടെ ഉണ്ട്. ലെഫ്റ്റ് ഇയർ. അത് ഏത് അക്യുപഞ്ചറിന്റെ അടുത്ത് ചോദിച്ചാലും അവർ പറയും ഓക്കെ, ഇവിടെ ഒരുപാട് നെർവ്സും ന്യൂറോൺസും ഒന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നൊരു സ്പോട്ടാണ്. ആൻഡ് ഒരു യുദ്ധത്തിന് പോയി ഒരാളുടെ കാലൊക്കെ പോയി എന്നാൽ കുറച്ച് ന്യൂറോൺസ് ഒക്കെ അവർ ഡാമേജ് ചെയ്യുന്ന വെച്ചു. വാട്ട് ദേ ഡു ഇസ്, ഈ ന്യൂറോൺസിനെ ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു തുളയിടും, ഒരു സ്മാഷ്. ആ ന്യൂറോൺസിനോട് ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഒരു പീസ് ഇലക്ട്രിക് മെറ്റീരിയൽ വെക്കുക. പീസ് ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എവറി മൂവ്മെന്റ് ഓർ ഫ്രിക്ഷൻ ദേ പ്രൊഡ്യൂസ്, അതിനകത്തൊരു ചെറിയ ഇലക്ട്രിക് ചാർജ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ചാർജ് കോപ്പറോ സിൽവറോ പോലെയുള്ള ഹൈലി കണ്ടക്റ്റീവ് മെറ്റീരിയൽ എടുത്ത് ഡയറക്റ്റ് ആയിട്ട് ന്യൂറോൺസിൻ്റെ അകത്തോട്ട് കൊടുത്തേക്കുന്ന ഒരു സ്കീമാണത്. എൻ്റെ അമ്മോ, അത്രയും ഡെപ്ത്. അപ്പം ഒരു യുദ്ധത്തിന് പോയി എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉള്ളവന്, ഈ കാലോ ക്ഷയമൊക്കെ വന്നവന് ആദ്യമേ അവർ ചെയ്യുന്ന കടുക്കനിടുമായിരുന്നു. കടുക്കനടിച്ച് കയറ്റിയിട്ടാണ് ഇവര് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത യുദ്ധത്തിനോട് കർണൻ, അർജുനൻ എല്ലാണ്ടത്തിന്റെ പടം എടുത്ത് നോക്ക്, എല്ലാ മച്ചന്മാർക്കും കടുക്കനുണ്ട്. അതൊരു പുതിയതല്ല, ഇതിനെപ്പറ്റി നമുക്ക് അറിയായിരുന്നു, ബട്ട് ഇറ്റ്സ് എ ഗുഡ് ഇൻസൈറ്റ്. അതുകൊണ്ട് ഞാനും പുള്ളിക്കാരൻ്റെ അടുത്ത് ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ പോവാ. അത് മാത്രമല്ല, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം ഈ ADHD അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സോണിങ് ഔട്ട്, അതിനൊക്കെ എതിരെ സൈക്കോളജിക്കലി ബെനിഫിറ്റ് ഉണ്ടെന്ന് സർവേ പറയുന്നു. ഇതും സർവേ ഇസ് മെത്തേഡ് ഓഫ് സയൻസ്. സോ ദാറ്റ് ഈസ് ഗുഡ്. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ഇൻ ടു യുവർ തിങ്. അപ്പോൾ നമ്മൾ പറയാൻ വന്ന കാര്യം ഇന്നത്തെ തുടങ്ങാം. ഈ ലോകത്ത് പലയിടത്തും എവിടെ പോയാലും ഏത് കോണിൽ പോയാലും ചില കഥകൾ ഉണ്ട്. നമുക്കിപ്പോൾ ഫ്ലഡ് മിത്ത് പോലെ ഫ്ലഡ് മിത്ത് ഉണ്ട്, എല്ലാ കൾച്ചറിലും ഉള്ള കഥ. അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുന്ന എനർജി സെന്റേഴ്സിന്റെ കഥയുണ്ട്, ക്രിസ്റ്റൽ ഉപയോഗിക്കുന്ന കഥയുണ്ട്, ഒരു ഗ്രേറ്റ് വാറിന്റെ കഥയുണ്ട്, അതുപോലെ തന്നെ പണ്ട് ജീവിച്ചിരുന്ന സിവിലൈസേഷൻസിന്റെ കഥയുണ്ട്. അതുപോലെ നമ്മൾ ആരും കേൾക്കാത്ത ഇനി ഒരു 20 or 50 വർഷം കഴിഞ്ഞ് നമ്മളുടെയൊക്കെ പിള്ളേരുടെയോ അവരുടെ പിള്ളേരുടെയോ സമയം വരുമ്പോൾ ട്രെൻഡിങ് ആവുന്നു, ഇപ്പൊ ഈ ഫ്ലാറ്റ് എർത്ത് എന്നൊക്കെ പറയുന്ന പോലെ ട്രെൻഡിങ് ആവുന്ന ഒരു കഥയാണ് സമുദ്രമഥൻ, ദ ചേണിങ് ഓഫ് ദി മിൽക്കി ഓഷൻ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ബിഫോർ ദേ വെന്റ് അപ്പാർട്ട്, ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുന്നേ നമ്മളിൽ ചെറിയ രീതിയിലെങ്കിലും ഇൻഫർമേഷൻ ആയിട്ട് തന്നൊരു കഥയാണ്. നിന്റെ ഉള്ളിലും കാണും, അസുരന്മാരും ദേവന്മാരും ഒരു പാമ്പിനെ ഇട്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് അമൃതം എടുക്കുന്നു, പാലാഴി കടഞ്ഞെടുത്തൊരു
ആ കഥ എന്ന് പറയുന്നത് ഞാൻ ചുമ്മാ ഒന്ന് ഇരുന്നപ്പോഴാണ് എനിക്കത് കിട്ടുന്നത്. എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി റിസർച്ച് തുടങ്ങി മറ്റേ നമ്മുടെ പ്രവീൺ മോഹൻ, അല്ലെങ്കിൽ യൂട്യൂബ്, റെഡിറ്റ്, പഴയ ബുക്കുകൾ ഒക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്കിത് മനസ്സിലായി. അവർ പാമ്പിനെ എടുത്ത് പാറയ്ക്കകത്ത് ചുറ്റി കടഞ്ഞ് അമൃത് തിന്നിട്ട് വീട്ടിൽ പോയ കഥയല്ലിത്. ഇത് വേറൊരു വലിയ കാര്യത്തിനെ പറ്റി പറഞ്ഞതാണ്. കോസ്മിക് സ്കെയിലുള്ള ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞതാണ്. എന്താണ് ആ കാര്യം എന്ന് പറഞ്ഞാൽ വരുന്നതിന് മുന്നേ, ഈ സമുദ്ര മഥൻ അല്ലെങ്കിൽ ചേണിങ് ഓഫ് ഓഷൻ എന്ന് പറയുന്ന സാധനം എവിടേക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നത് ഞാൻ പറയാം. ഒന്ന് അങ്കോർ വാട്ട് കംബോഡിയ, അത് കഴിഞ്ഞ് പ്രംബാൻ ടെമ്പിൾ ഇന്തോനേഷ്യ, മഹാബലിപുരം തമിഴ്നാട്, കൊണാർക്ക് സം ടെമ്പിൾ ഒഡീഷ. ഇതുപോലെ പല സ്ഥലത്തും 2500 മൈൽസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3500-4000 കിലോമീറ്റർ അപ്പുറമുള്ള അമ്പലങ്ങളിൽ എൻറ്റയർലി ഡിഫറെൻറ്റ് സിവിലൈസേഷൻസ് ജീവിച്ചിരുന്നിടത്തും അങ്കോട്ട് വാറിൻ്റെ മുന്നിലൂടെ നമ്മൾ നടക്കണമെങ്കിൽ ഒരു പാലത്തിൽ കൂടെ നടക്കുന്നത്, വലിയൊരു പാലം, ഒരു 100 മീറ്റേഴ്സിന് മുകളിൽ കാണും. ആ പാലം ഈ ചേണിങ് ഓഫ് മിൽക്കിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, thousands of years ago. ഇറ്റ് ഈസ് എ സെൻട്രൽ പീസ് ഓഫ് ദാറ്റ് അമ്പലം. അതുപോലെ തന്നെ എല്ലായിടത്തും കൈലാസ ടെമ്പിളിൽ, നമ്മുടെ എല്ലോറ കേവ്സിലുള്ള അവിടെ എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട്, എല്ലാ കൾച്ചറിലും ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇതെങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വന്നു, ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്. അപ്പം ചില സ്ഥലത്ത് ഇതൊരു ഭൂമിയുടെ ഒറിജിൻ സ്റ്റോറി ആണെന്നൊക്കെ ഉള്ള ചുമ്മാ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, സിംബോളിക്കലാണ്. പാലാഴിക്കട ഇന്ന് ഭൂമിയുടെ ഒറിജിൻ സ്റ്റോറി വരുന്നു, വാട്ടെവർ പോട്ടെ. അങ്ങനെ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് പിന്നെ എവിടെയൊക്കെ ഉണ്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കാണാം, ഇന്ത്യ പുതിയ പാർലമെന്റ് ബിൽഡിംഗ് പണിഞ്ഞു. പാർലമെന്റിനകത്തോട്ടല്ലേ? പാർലമെന്റ് ബിൽഡിങ്ങിന്റെ സെൻട്രൽ പീസ് ഇതാണ്. ചേണിങ് ഓഫ് ഓഷൻ. അസുരന്മാരും ദൈവന്മാരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ചേൺ ചെയ്ത് മൗണ്ട് മെറൂന്ന് എടുക്കുന്നു. അത് കഴിഞ്ഞ് സ്വർണഭൂമി ഇന്റർനാഷണൽ എയർപോർട്ട് തായ്ലൻഡ്, പുതിയ വേൾഡ്സ് ലക്ഷൂറിയസ്റ്റ് എയർപോർട്ടായിട്ട് ഇപ്പൊ പറഞ്ഞേക്കോ തായ്ലൻഡിലെ സ്വർണഭൂമി എന്നാ അതിന്റെ പേര്, എയർപോർട്ടിന്റെ പേര്. സ്വർണഭൂമി എന്തിന്റെ തീമാണെന്നറിയാവോ? ചേണിങ് ഓഫ് ഓഷൻ. എയർപോർട്ടിന്റെ നടുക്ക് ആ ഭൂമിയാണ് സ്വർണഭൂമി എന്ന് എഴുതി വെച്ചേക്കുന്നത്, അവിടാണ്. പിന്നെ മ്യൂസിയ ഗ്യൂമെറ്റ് എന്ന് പറയുന്ന ഫ്രാൻസിന്റെ മ്യൂസിയം, അങ്കോട്ട് നാഷണൽ മ്യൂസിയം എന്ന് പറയുന്ന കംബോഡിയയിലെ മ്യൂസിയം. സോ ഫ്രാൻസ്, കംബോഡിയ, ഇന്ത്യ, തായ്ലൻഡ്, എന്താ പറയുന്നത്, ഇറാൻ, ഇവിടെ എല്ലാം എഴുതി വെച്ചേക്കുന്ന ഒരു കഥയാണ് ഈ ചേണിങ് ഓഫ് ഓഷൻ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചു തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി ഇത് സംഭവം സീനാണ്, സംതിങ് വെരി ഡെപ്ത്. അപ്പം ഞാൻ ഇതിന് പഠിച്ചു പോയപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി പഠിച്ചു പോയി. ഇത് നടക്കുന്നത് സംഭവം എന്തോന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു നടുക്കുള്ള ഒരു സെന്റർ മല അല്ലെങ്കിൽ ഒരു സാധനം, മലയിലൂടെ ഒരു പാമ്പിനെ കാണിച്ചേക്കുക. പാമ്പിനെ കാണിച്ചിട്ട് വാലിൻ്റെ അടുത്ത് ദൈവന്മാര് വലിക്കുക, തലയുടെ അടുത്ത് അസുരന്മാരും വലിക്കുക. എന്നിട്ട് ഇത് വലിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടായി വരിക. അതാണ് ഗെയിം. അപ്പത്തേക്കും ഇതിനകത്ത് ഞാനിത് കൂടുതൽ ഡെപ്തിൽ നോക്കി. അപ്പത്തേക്കും ഈ അസുരന്മാരുടെ ഗുരു ആരാന്നറിയാമോ? സമുദ്രമർദ്ദനകത്ത് കൊത്തി വെച്ചേക്കുന്നതിനകത്ത് അസുരന്മാരുടെ ഗുരുവായിട്ട് വലിക്കട എന്ന് നമ്മൾ പറയത്തില്ലേ, വടംവലിയിൽ ഒരാൾ വലിക്കട എന്ന് പറയത്തില്ലേ, അതാരാന്നറിയാവോ? അതാണ് ഞാൻ പറയാം, ശുക്ര എന്ന് പറയുന്ന ആചാര്യൻ. ശുക്രാചാര്യ ഈസ് ദ ആചാര്യ അല്ലെങ്കിൽ ഗുരു ഓഫ് അസുരാസ്. ശുക്ര എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ? ശുക്രൻ എന്ന് പറഞ്ഞാൽ വീനസ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ വീനസ്. ഓക്കെ, അപ്പത്തേനും ഞാൻ വിചാരിച്ചു ഓക്കെ, ദിസ് ഈസ് എ കോയിൻസിഡൻസ്, ഇറ്റ് ഹാപ്പൻസ്. ഇത് അസുരന്മാരല്ലേ, നമുക്ക് ദേവന്മാരുടെ സ്ഥലത്ത് പോവാം. അപ്പൊ ദേവന്മാരുടെ സ്ഥലത്തും അവിടെ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നു, വലിക്കടാ എന്ന് പറഞ്ഞു. അപ്പൊ അയാളുടെ പേരെന്തോ ഞാൻ നോക്കി. അയാളുടെ പേരാണ് ബൃഹസ്പതി. ബൃഹസ്പതി ഈസ് ലിറ്ററലി അല്ല, ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിന്റെ ഇതാണ് മറ്റേ നമ്മുടെ കുംഭമേളം.
എന്ന് വെച്ചാൽ അപ്പം എനിക്കെന്തോ ഒരു ഇത് തോന്നി. കാരണം ഇവിടെ ശുക്രൻ നിൽക്കുന്നു, വലിക്കുന്നു, ഇവിടെ ബൃഹസ്പതി ജൂപ്പിറ്റർ നിൽക്കുന്നു. രണ്ടും പ്ലാനറ്റ്സിന്റെ പേര് നമുക്കറിയാം. ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നു, ഇവർ കറക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു, ഓക്കെ വിയർഡായിട്ട് നടക്കുന്നു, പോട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കോയിൻസിഡൻസ് നടക്കാം. കോയിൻസിഡൻസ് നടക്കാം എന്ന് പറഞ്ഞു പോയപ്പോഴത്തേക്കും കാണാം ഇവരെന്തിട്ടായി വലിക്കുന്നതെന്ന് നോക്കി ഞാൻ. ഇവർ വലിക്കുന്നതിനെ പറഞ്ഞേക്കുന്ന ഒരു നാഗ എന്നാണ്. നാഗ ഒരു സർപ്പം. ഗ്രാവിറ്റി? നോ, ഇറ്റ് റെപ്രസെന്റ് സംതിങ് എൽസ്. അങ്ങനെ ഞാൻ നാഗങ്ങളെ പറ്റി, ആകാശത്തുള്ള നാഗത്തിനെ പറ്റി പോയി നോക്കി. ആകാശത്തിനെ പറ്റിയുള്ള നാഗത്തിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മുടെ പ്രവീൺ മോഹന്റെ വീഡിയോയിലാണ് സാധനം വരുന്നത്. ഒരു കോൺസ്റ്റലേഷൻ ഉണ്ട്. ആ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ അതിന് ഞാൻ പറയാം ഡ്രേക്കോ കോൺസ്റ്റലേഷൻ എന്ന് പറയും. ഡ്രേക്കോ? അതെ, ഫ്രാൻസിൽ അതിന് ഡ്രേക്കോ കോൺസ്റ്റലേഷൻ എന്ന് പറയും. ആ കോൺസ്റ്റലേഷന്റെ അർത്ഥം ദ ബിഗ് സ്നേക്ക്, ഡ്രാഗൺ, ദ ബിഗ് സ്നേക്ക്. സംസ്കൃതത്തിൽ അപ്പം ഞാൻ ആ കോൺസ്റ്റലേഷന്റെ പേര് നോക്കി. സംസ്കൃതത്തിലെ പേരാണ് നാഗതാരമണ്ഡലം. നാഗതാരമണ്ഡലം, താര എന്ന് പറഞ്ഞ സ്റ്റാർ. നാഗതാരമണ്ഡലം സ്നേക്ക് കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ദ സർപ്പൻ കോൺസ്റ്റലേഷൻ. ഇനി ആ സർപ്പൻ കോൺസ്റ്റലേഷനെ പറ്റി ഞാൻ കുറച്ചുകൂടെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ആ കോൺസ്റ്റലേഷനകത്ത് കറക്റ്റ് ഒരു പാമ്പിന്റെ രീതിയിലാണ് പോയേക്കുന്നത്. ഞാൻ ആ പടമൊക്കെ ഇവിടെ കൊടുക്കാം. പാമ്പിന്റെ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് കോൺസ്റ്റലേഷൻസ് വേറെയുണ്ട്. ഒരു ചേണിങ് പോലെ, അല്ലെങ്കിൽ ഒരു പാത്രം പോലെ, അല്ലെങ്കിൽ ഒരു വടി പോലെ ഒരേ ഷേപ്പിലുള്ള രണ്ട് കോൺസ്റ്റലേഷൻ ഇവിടെയും ഇതിൻ്റെ ഇവിടെയും. ഞാൻ അതും ഫോട്ടോ കൊടുത്തേക്കാം. ആ കോൺസ്റ്റലേഷൻസിൻ്റെ പേരാണ് ഡിപ്പേഴ്സ്. ഒരു ഡിപ്പർ, പാമ്പ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പടം കൊടുക്കാം. ഒരു ഡിപ്പർ ഇവിടെയും ഒരു ഡിപ്പർ ഇവിടെയും. ബിഗ് ഡിപ്പറും ലിറ്റിൽ ഡിപ്പറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബിഗ് ഡിപ്പറിനെ പറ്റി ഞാൻ നോക്കിയപ്പോഴത്തേക്കും കാണാം അത് പാമ്പിന്റെ വാലിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഏതാ നമ്മളുടെ സമുദ്രമർദ്ദൻ സ്കൾപ്ചേഴ്സ് ഇല്ലേ, അതിനകത്ത് വാലിന്റെ സൈഡിലാണ് ബിഗ് ഡിപ്പർ നിൽക്കുന്നത്. ഏതാ കോൺസ്റ്റലേഷന്റെ വാലില്ലേ, തല ഒരു സൈഡിൽ വാലൊരു സൈഡിൽ, അതിന്റെ അവിടെയാണ് ബിഗ് ഡിപ്പർ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കി. സമുദ്രമർദ്ദനില് ദ നമ്പർ ഓഫ് ദേവാസ് 35 വലിക്കുന്നതെങ്കിൽ അസുരാസ് 20 ഉള്ളൂ. ക്ലിയർലി വലിയ ടീം അല്ലെങ്കിൽ വലുത് കംബോഡിയയിലെ ടെമ്പിൾ ഉൾപ്പെടെ രണ്ടിടത്തും സ്ക്രിപ്ചേഴ്സ് പണിഞ്ഞു വെച്ചേക്കുക. വാലിന്റെ അവിടെ വലിക്കുന്നത് 40 പേരുണ്ടെങ്കിൽ ഇവിടെ 20 പേരേ ഉള്ളൂ. റേഷ്യോ ഇവിടെ കൂടുതലാണ്. അപ്പൊ ഞാൻ നോക്കി ബിഗ് ഡിപ്പർ എവിടെയാ, വാലിന്റെ അവിടെയാ. ബിഗ് ഡിപ്പർ വാലിന്റെ അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ ലിറ്റിൽ ഡിപ്പർ എവിടെയാന്ന് നോക്കി. ലിറ്റിൽ ഡിപ്പർ നോക്കുമ്പോൾ ഡ്രേക്കോ കോൺസ്റ്റലേഷന്റെ തലയുടെ തൊട്ട് താഴെ. അസുരന്മാര് വലിക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെയാണ്, പാമ്പിന്റെ തലയാണ് വലിക്കുന്നത്. അതിനൊരു കഥ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ ഈ സമുദ്രമന്ഥനം യോജിച്ച് ചെയ്യാൻ അസുരന്മാരും ദേവന്മാരും ആദ്യമായിട്ട് ഒന്നിക്കുക. അപ്പൊ ഇവർ പറഞ്ഞു, ദേവന്മാർ പോയി തലയെ പിടിച്ചപ്പം ഇവർ പറഞ്ഞു അത് പറ്റത്തില്ല, നിങ്ങൾ ദേവന്മാരായോണ്ടല്ലേ തലയെ പിടിച്ചാൽ അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് അസുരന്മാർക്ക് തല വേണമെന്ന് പറഞ്ഞ് അസുരന്മാർ തലയും ദേവന്മാർ വാലും പിടിച്ചാണ് കറക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ദേവാസിന്റെ ബിഗ് ഡിപ്പർ വാലിലും അസുരാസിന്റെ ഇതും തലയിലും. അപ്പോ ഞാൻ വിചാരിച്ചു ഇതെവിടെയാ നടക്കുന്നത്? സമുദ്ര ഇതിലാ, പാലാഴിയിലെന്നാ പറയുന്നത്. പാലാഴിയിലാണ്. പാലാഴി കടഞ്ഞെടുത്ത ഒരു അഴകാണ് നീ എന്നൊരു അപ്സരസ് വരുമ്പോ പറയും. എന്ന് പറഞ്ഞാൽ പാലാഴി എന്ന് പറഞ്ഞാൽ ദ മിൽക്കി ഓഷൻ. മിൽക്കി ഓഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഗൈസ്. മിൽക്കി വേ എന്ന് ഇപ്പൊ നമ്മൾ പറയുന്നതിന് ഏൻഷ്യൻ ടൈംസിൽ പറഞ്ഞ അതേയാണ് മിൽക്കി വേ. അത് തന്നെയാണ് നമ്മുടെ വിഷ്ണു കിടന്നുറങ്ങുന്ന സ്ഥലം. ലോകത്തിന്റെ യൂണിവേഴ്സിന്റെ ഉടമസ്ഥൻ എവിടെ കിടന്നുറങ്ങുന്ന? മഹാപാലാഴിയായ സമുദ്രത്തിലാണ് ഉറങ്ങുന്നത്, എന്നുവെച്ചാൽ സ്പേസിലാണ്. അപ്പോ വൈ ഈസ് ഡ്രേക്കോ ഇമ്പോർട്ടൻറ്റ്? ആ ഡ്രേക്കോ എന്ന സ്റ്റാർ സിസ്റ്റം തന്നെ നീ എന്തിനാ എടുത്തത്? ഇത് എങ്ങനെയായിരിക്കുന്നത്? അത് നിനക്കെന്താ അർത്ഥം? അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഡ്രേക്കോയ്ക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിപ്പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഡ്രേക്കോ എന്ന് പറയുന്ന സ്റ്റാർ സിസ്റ്റത്തിൻ്റെ നടുക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ പേരാണ് തൂബം. തൂബം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ തുമ്പം എന്നൊക്കെ പറയാം. ദ
തുമ്പ്, ദി എഡ്ജ് ടിപ്പ്. പക്ഷെ സിസ്റ്റത്തിന്റെ എംബല്ല, തൂപം എന്ന് പറയുന്നതാണ്. ആ തൂപത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 1000 വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 2 മില്ലേനിയോളം തൂപം ആയിരുന്നു നമ്മളുടെ പോൾ സ്റ്റാർ. പോൾ സ്റ്റാറിന്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മൾ ആകാശത്തോട്ട് നോക്കുക, ലോകത്ത് പോൾ സ്റ്റാർ മാത്രം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ക്യാമറ വെച്ചാൽ ബാക്കിയെല്ലാം കറങ്ങുന്ന പോലെ. എന്ന് വെച്ചാല് ഡ്രാക്കോ സിസ്റ്റം 1000 വർഷങ്ങൾക്ക് മുന്നേ ഏത് ദിവസം നോക്കിയാലും ഡ്രാക്കോസ് കോൺസ്റ്റലേഷൻ മാത്രം നിന്ന് ഇങ്ങനെ കറങ്ങും. ബാക്കി സ്റ്റാറുകളെല്ലാം അതിന്റെ ചുറ്റും നിന്ന് കറങ്ങുക. മനസ്സിലായോ? അതെനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിഞ്ഞൂടാ. മനസ്സിലായോ? തൂപം ഡ്രാക്കോ സിസ്റ്റത്തിന്റെ നടുക്ക് നിൽക്കുന്ന, കറക്റ്റ് വൈറ്റിന്റെ അവിടെ നിൽക്കുന്ന സിസ്റ്റം സ്റ്റാർ ആണ് തൂപം. ആ തൂപം മാത്രം ആകാശത്ത് ഇങ്ങനെ നിൽക്കും, തല മുതൽ വാല് വരെ കറങ്ങും. ആസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കുന്നവർക്ക്, അതെ, ആസ്ട്രൽ ഫോട്ടോഗ്രാഫി എടുക്കുന്നവർക്ക് മനസ്സിലാവും. ഇത് മൊത്തം കറങ്ങും, പക്ഷെ തൂപം മാത്രം അവിടെ നിൽക്കും. ഇതിങ്ങനെ കറങ്ങി 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 ഇരിക്കുന്ന ഇത് ആളുകൾ കണ്ടെന്നും അതിനെ പറ്റിയുള്ളതാണ് ഇതെന്നും പറയുന്നു. ഇനിയും ഇത് കറങ്ങുന്നതിൽ നിന്ന് എന്താണ് കഥ, ഈ ബാക്കി കഥ എന്താ, ഇതിനെന്താ ഇമ്പോർട്ടൻസ്, ചിലപ്പോൾ തൂപം കണ്ടുപിടിച്ചല്ലേ എന്നൊക്കെ പറയാം. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് ഇതിൽ. ശുക്രനും ബൃഹസ്പതിയും നിൽക്കുക, വീനസ് ജൂപ്പിറ്റർ. അപ്പോ ഇവരുടെ ഈ ചേണിങ് കൊണ്ട് എന്താണ് മീൻ ചെയ്തേക്കുന്നത്? അങ്ങനെ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്കും ഈ ചേണിങ് നടന്ന് ആദ്യം ചേണിങ്ങിൽ നിന്ന് വെളിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഹലാഹല എന്ന് പറയുന്നൊരു പോയിസൺ ആണ്. ഹലാഹല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് ആണ്, പോയിസൺ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ചേണിങ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ കോസ്മിക് ഇവന്റിൽ എടുത്തു കഴിഞ്ഞാൽ 2 പ്ലാനറ്റ്സ് അതിൻ്റെ നടുക്കുള്ള എന്തിനെയോ വേണ്ടി ഒരു ഭയങ്കര ഒരു മലയെന്നാ പറയുന്നത്, ഭയങ്കര വലിയൊരു പാറ, ഇതിന് വേണ്ടി കിടന്ന് കറങ്ങി 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 ദേ ആർ ഗ്രാവിറ്റേഷനലി ഇന്റർട്വൈൻഡ്. അവരിങ്ങനെ കറങ്ങി കറങ്ങി ലോകത്ത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു കാര്യത്തിനെ പറ്റിയാണ് ഇപ്പൊ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്നപ്പോഴത്തേക്കും ഈ ചേണിങ് ഗ്രാവിറ്റി ആയിരിക്കും പറയുന്നത്, ചിലപ്പോൾ ഇവർ ഓർബിറ്റിനെ ആയിരിക്കും പറയുന്നത്. Does it have any relation with asteroid belts? Yes, we are going there. അങ്ങനെ കറങ്ങി കറങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത് ആദ്യമേ ഹലാഹല എന്ന് പറയുന്ന ഒരു ഭയങ്കര പോയിസൺ വിഷം ലോകം മുഴുവൻ പടരുക. അത് എന്താണെന്ന് കറക്റ്റ് ഒന്ന് നമ്മളൊരു സയന്റിഫിക് ആയിട്ട് തീരുമാനിച്ചാൽ 2 planets കമ്മിങ് ഇൻ ടു എ സ്പൈറൽ, ഇത് അവർ പുതിയത് എന്തോ ചെയ്യുന്നു, ചേണിങ് ചെയ്യുന്നു. വീനസ് ഒരു സ്ഥലത്ത്, ജൂപ്പിറ്റർ ഒരു സ്ഥലത്ത്, ഇതിങ്ങനെ വന്ന് 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 പ്രശ്നമുണ്ടായി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കോസ്മിക് റേഡിയേഷൻസും ടോക്സിസിറ്റിയും റേഡിയോ ആക്റ്റീവ് ലെവൽസും കൂടാൻ തുടങ്ങി. ഞാൻ ബ്ലാക്ക് ഹോൾ വരെ ചിന്തിച്ചു. റേഡിയേഷൻ ലെവൽ കൂടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ലോകത്ത് ആ ഹലാഹല എന്ന് പറയുന്ന ഈ സാധനം, ഈ പോയിസൺ ഭയങ്കര പ്രശ്നമായി തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ കഥയെ വായിക്കുന്നതിനാണെങ്കിൽ പോയിസൺ ഒരു ഡെപ്പിക്കകത്ത് വരുമല്ല. ഈ പോയിസൺ ലോകം മുഴുവൻ നശിപ്പിക്കാൻ പവറുണ്ട്. മനസ്സിലായോ? റേഡിയേഷൻ ഹാഡ് ദ പവർ ടു ഡിസ്ട്രോയ് ദ ഹോൾ സോളാർ സിസ്റ്റം. അങ്ങനെ കഥയിൽ ശിവൻ വന്ന് ആ റേഡിയേഷൻ എടുത്ത് കുടിച്ച്, അല്ലെങ്കിൽ ശിവൻ വന്ന് ആ റേഡിയേഷൻ എടുത്ത് അകത്താക്കി, ഇത് നീല കളറായെന്നാ പറയുന്നത്. അങ്ങനെ നീലകണ്ഠൻ എന്നുള്ള പേര് വരുന്നത്. അങ്ങനെ ശിവൻ ഇതെടുത്ത് കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ പറയുന്നത് അതിൻ്റെ നടുക്കപ്പോൾ എന്തോ ഉണ്ട്. ആ ചേണിങ്ങിൻ്റെ നടുക്ക് എന്തോ ഒരു വലിയ പാറയായിരുന്നു എന്നാണ് പറയുന്നത്. ആ പാറയെ പറ്റി വേറൊരു കഥയും പറയുന്നുണ്ട്, അത് ഞാൻ പറയാം. വലിയൊരു പാറയാണ്. അപ്പോൾ ആ പാറയുടെ അകത്തോട്ട് ശിവനെടുത്ത് അങ്ങ് പോയി. ശിവനെടുത്ത് ആ റേഡിയേഷനെ ഇല്ലാതാക്കി എന്ന് പറയുന്നത് നമുക്ക് സിംബോളിക്കലാണെങ്കിലും ശിവനെ നമ്മൾ ആ പുരാണത്തിൽ നമുക്ക് കാലഭൈരവനായിട്ട് പറയുന്നുണ്ട്. കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ടൈമാണ്. ഡോക്ടർ സ്ട്രേഞ്ച്. ടൈം കൺസ്യൂം ചെയ്തു ആ റേഡിയേഷൻ. ടൈം റേഡിയേഷനെ കൺസ്യൂം ചെയ്തു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സിംബോളിക്കലി ആ ഒരു പോയിസൺ
നശിപ്പിച്ച് കളഞ്ഞത് ടൈമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് ആ റേഡിയേഷൻ പോയിന്നും ആവാം. ഞാൻ അവിടെ ഒരു എക്സ്ട്രാ ഡിമെൻഷൻ ലെയർ ഒക്കെ ആഡ് ചെയ്ത പോലെ ചിന്തിച്ചു. എന്നാ അതും ആവാം. കാരണം ശിവൻ എന്താണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ശിവൻ ഭൂമിയാവാം, ശിവൻ മെസ്സപ്പൊട്ടേമിയൻ കഥകളിൽ ശിവൻ എൻകിയാണ്. എൻകി എന്ന് പറഞ്ഞാൽ ഫാദർ എർത്ത് എന്നാണ്. കി എന്നാണ് ഭൂമിയുടെ പേര് മെസ്സപ്പൊട്ടേമിയയില്. എൻകി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പിതാവ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യാം. അപ്പം ശിവ എന്ന് പറയുന്ന വേറെ സംഭവം ഉണ്ടോ ഈ സ്പേസ് ടൈമിനകത്ത് ടൈം എന്ന് പറഞ്ഞൊരു ഒരു ലെയർ ആഡ് ചെയ്യുമ്പം അതിന് സ്പേസിനെ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി നമുക്കതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഈ ശിവൻ ഈ പോയിസണെ കൺസ്യൂം ചെയ്ത് തീർത്തു. ടൈം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വാട്ട് എവർ, വി ഡോണ്ട് നോ. ചിലപ്പോൾ അതൊരു ബ്ലാക്ക് ഹോൾ ആയിരിക്കാം. റേഡിയേഷൻ സക്ക് ചെയ്ത് ഇപ്പോഴും നമ്മുടെ സോളാർ സിസ്റ്റത്തിന് നടുക്കൊരു ബ്ലാക്ക് ഹോൾ ഉണ്ട്. നിങ്ങൾക്ക് പലർക്കും അത് അറിയത്തില്ല. ചെറുതല്ല, ഇറ്റ്സ് എ മാസീവ് ബ്ലാക്ക് ഹോൾ. വേം ഹോൾ പോലെ വലിയൊരു ബ്ലാക്ക് ഹോൾ ഇപ്പോഴും നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ നടുക്കുണ്ട്. അറിയാത്തവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ബ്ലാക്ക് ഹോൾ ഇൻ മിൽക്കി വേ. മിൽക്കി വേ അല്ല, സോളാർ സിസ്റ്റം. അത് എവിടെയാണ് വരുന്നത്? അത് നമ്മളുടെ സൂര്യനും ഒക്കെ ഈ ഒരു ആംഗിളിൽ വന്നിട്ട് സോളാർ സിസ്റ്റത്തിന്റെ ഏകദേശം നടുക്കായിട്ട് തന്നെയാണ് വരുന്നത്. അത് നമ്മളെ സൂര്യന്റെ ട്വിന്നായിരുന്നെന്നും അതിനെപ്പറ്റി നമ്മളുടെ ഗരുഡ പുരാണയിലോ അശ്വപുരാണയിലോ എതിരാ പറയുന്നുണ്ട്. കാരണം പണ്ട് സൂര്യഭഗവാന് 2 കുതിരയുള്ള തേരുകളായിരുന്നു. അതിനകത്ത് ഒരു കുതിര ചത്തുപോയെന്നോ അങ്ങനെ എന്തോ പോയി, കറുംകുതിരയായിട്ട് അവിടെ നമ്മൾ ഈ പോഡ്കാസ്റ്റ് കാട്ടിൽ ഒളിച്ചു നിൽപ്പുണ്ട്. 2 സൺസിനെ പറ്റി പല ഇത് പറഞ്ഞിട്ടുണ്ട്. 2 സൺസിന്റെ വീഡിയോ താഴെയുണ്ട്. അത് എല്ലാ മിത്തിലും പറയുന്നുണ്ട്. അപ്പോ ഈ നീലകണ്ഠൻ ഇത് കുടിച്ചു. അങ്ങനെ റേഡിയേഷൻ അല്ലെങ്കിൽ ടോക്സിസിറ്റി പോയി. ഇനി രണ്ടാമത് എന്താണ് സംഭവിച്ചത്? രണ്ടാമത് വന്ന സാധനമാണ് ചന്ദ്ര. ചന്ദ്ര എന്ന് പറയുന്ന ഒരു സാധനം അടുത്തത് ആ പാറയിൽ നിന്ന്, നടുക്കുള്ള പാറയില്ലേ, ആ പാറയിൽ നിന്ന് പൊട്ടി ചന്ദ്ര എന്ന് പറയുന്ന ഒരു ഇലുമിനേറ്റിംഗ് പീസ് മുകളിലോട്ട് വന്നു. മൂൺ ഈസ് ഫുൾ ഓഫ്. ഇനി വേറൊരു കാര്യമുണ്ട്. വേർ ഡസ് മൂൺ എക്സിസ്റ്റ്? ഇൻ ബിറ്റ്വീൻ വീനസ് ആൻഡ് ജൂപ്പിറ്റർ. യെസ്, അതിന് നടുക്കാണ് എർത്തും, അതിൻ്റെ അവിടെയാണ് ഭൂമി, ചന്ദ്രനും. ശരിയാ. കാരണം ചന്ദ്രൻ ആദ്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കഥയാണ് വരുന്നത്. ഹിന്ദുയിസത്തിൽ ഇങ്ങനെയാണ് ചന്ദ്രൻ വരുന്നത്. വീനസിനും ജൂപ്പിറ്ററിനും നടുക്കുള്ള ഒരു പാറ കഷ്ണത്തിലെ ചേൺ ചെയ്ത് പൊട്ടി മുകളിലോട്ട് ഒരു സാധനം വരും. അപ്പോ വീനസിനും ജൂപ്പിറ്ററിനും ഇടയ്ക്ക് ആ പാറ മാത്രമേ ഉള്ളൂ. മാർസും എർത്തും വരുന്നില്ല. ഈ സാധനം വരുമ്പോൾ ശിവൻ വരും. സുപ്രീം എൻറ്റിറ്റി എന്ന് ബാക്കിയെല്ലാം എടുത്തോണ്ടു. ശിവൻ വന്നിട്ട് എന്തോ ചെയ്യുന്നത്? മൂണിനെ എടുത്ത് തലയുടെ മുകളിൽ വെക്കും. മനസ്സിലായോ? മൂണിനെ എടുത്ത് മുകളിൽ വെക്കും പുള്ളി. തലയുടെ മുകളിൽ ഒരു ഓർബിറ്റിലായിട്ട് വെക്കും. ചന്ദ്രക്കല എന്ന് പറയുന്നത് അതാണ്. മറ്റേ ശിവന്റെ തലയിൽ മറ്റേ ജടക്കകത്ത് എടുത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മറ്റേ 6 പാക്ക് മച്ചാന്റെ തലയിൽ ഒരു മൂണിരിക്കുന്നത്. യഥാർത്ഥത്തില് ചന്ദ്രൻ ഉണ്ടായ ഒറിജിൻ സ്റ്റോറി ആയിരുന്നു അത്. എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയൊരു പാറക്കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു കോസ്മിക് എൻറ്റിറ്റി ആയിരുന്നു. വലിയൊരു ആസ്ട്രോയിഡ് ആയിരിക്കാം മാർസും എർത്തും ചന്ദ്രനും ഒക്കെ ഉണ്ടായത്. അതിന് പൊട്ടി മുകളിൽ വന്ന സാധനം ചന്ദ്രൻ എവിടെ എടുത്തു വെച്ചത്? ചന്ദ്രൻ എടുത്ത് പോക്കറ്റ് ഇട്ടു എന്നല്ല പറഞ്ഞത്. ചന്ദ്രൻ എടുത്ത് തലയുടെ മുകളിൽ ചൂടി എന്നാ പറഞ്ഞത്. ചന്ദ്രനല്ല, ശിവൻ എടുത്ത് മുകളിൽ ചൂടി. ദാറ്റ് ഈസ് ടു ഡാം കോയിൻസിഡൻസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ മുകളിൽ ചന്ദ്രൻ നിന്ന് ഓസിലേറ്റ് ചെയ്യുന്ന പോലെ അതെടുത്ത് വെച്ചു. ഇതേപോലെ അല്ല പോണ ഈ ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ അത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് ഇതുവരെ ഒരു ക്ലിയർ കട്ട് ഇതില്ല. ഉണ്ട്, ഞാനിപ്പോ കുറച്ച് ഇപ്പൊ പറയാം. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞതാ, പക്ഷെ സയന്റിഫിക്കലി അത് പറയത്തില്ല കേട്ടോ. സയന്റിഫിക്കലി അത് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാ ഈ കഥയിലുണ്ട്, അല്ലാതെ സയന്റിഫിക്കലി നമുക്കില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഈ കഥയിലും ഇനി വേറൊരു കഥയിലും കൂടെ ഇപ്പൊ അക്കോർഡിംഗ് ടു നാസ ആൻഡ് അതർ തിങ്സ്. ബ്രോ, നാസ ഈസ് ദ ഫേക്കസ്റ്റ് ഫേക്കറി ഓഫ് ദ ഫേക്ക്. ഫേക്കസ്റ്റ് ഫേക്കറി എന്നല്ല, അവരിങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ സ്കിപ്പ് ചെയ്യും. അവര് ദേ ഹാവന്റ് ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്പേസ് ഏജൻസീസ് ഒരു ഒഫീഷ്യൽ ആൻസർ കൊടുത്തിട്ടില്ല. ഹൗ ദ ആസ്ട്രോയിഡ് ബെൽറ്റ്. ലോകത്തിലെ ഭൂമിയില് ലൈഫ് ഉണ്ടാവുന്നതിനെ കാട്ടി വലിയ അത്ഭുതമാണ് സ്പേസിൽ ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ടാവുക.
ഞാൻ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്കിപ്പ് ചെയ്യും. അതെ, സ്കിപ്പ് ചെയ്യും. എന്നിട്ട് മറ്റേ പിള്ളേരൊക്കെ ചോദിക്കും അവരുടെ നെഞ്ചിത്ര ബാഡ്ജ് എടുത്തിട്ട് ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യും. അതെ, നീ കൊള്ളാം. അപ്പോ ചന്ദ്രനും വന്നു. ഇനി വേറെ കുറച്ച് കാര്യങ്ങളൂടെ വന്നു. ഇനി വന്നത് അമൃതം എന്ന് പറയുന്ന ഒരു സാധനം വന്നു. അമൃത്, ദ സുപ്രീം എന്തോ തന്നെ പറയാം, എലിക്സർ ഓഫ് ലൈഫ്. എലിക്സർ ഓഫ് ലൈഫ്, ദാറ്റ്സ് ദി പെർഫെക്റ്റ് വേർഡ്. എലിക്സർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന സാധനമാണ് വിച്ച് ഗ്രാൻഡഡ് ദ ഗോഡ്സ് ഇമ്മോർട്ടാലിറ്റി, അല്ലെങ്കിൽ ജീവൻ ഉണ്ടാക്കാനുള്ള, ജീവൻ പുനർജന്മിക്കാനുള്ള, റീജനറേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ജീവൻ പുതിയതായിട്ട് കൊണ്ടുവരാനുള്ള എലിക്സർ. നമ്മൾ ഇപ്പോഴും വിചാരിക്കും അതൊരു ഡെപ്പിക്കകത്ത് പറന്നു വന്നു. നോ, ആ എലിക്സറിന് വേണ്ടിയാണ് ഇവർ ഇതെല്ലാം ചെയ്തത്. ആ എലിക്സർ ആ പാറയിൽ നിന്ന് ഉണ്ടായി. ആ പാറയുടെ അവിടെ എല്ലാം ഒലിച്ചു. എന്നിട്ട് അവരത് രണ്ടുപേരും തുല്യമായിട്ട് പെങ്കടാൻ നേരത്തെ എന്തോ പ്രശ്നങ്ങളൊക്കെ വന്നത് അസുരന്മാരെ അടിച്ചു മാറ്റി ദേവന്മാരത് എടുത്തു. എന്ന് പറഞ്ഞാൽ ദേ വേർ ടോക്കിംഗ് അബൌട്ട് വാട്ടർ ആൻഡ് ഓർഗാനിക് മെറ്റീരിയൽസ്. എന്ന് വെച്ചാൽ ദേ ചേൺഡ് ആൻഡ് ചേൺഡ്, ഭൂമിയുടെ അകത്തുള്ള വെള്ളം, അല്ലെങ്കിൽ ആണെന്ന് പറയാൻ പറ്റും. യെസ്, ഓഫ് കോഴ്സ് വാട്ടർ ഈസ് ദ ബേസ് ഓഫ് ലൈഫ് ഇൻ എർത്ത്. എന്ന് പറഞ്ഞാൽ അവര് പണ്ട് കണ്ടുപിടിച്ചിരുന്നു ഈ ഒരു വീനസിനും ജൂപ്പിറ്ററിനും ഇടയിൽ നിൽക്കുന്ന വലിയൊരു ആസ്ട്രോയിഡ് അല്ലെങ്കിൽ പാറ, ഇത് അടിച്ച് പൊട്ടിച്ച് പൊലടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളമുണ്ടെന്നും ഇതിനെ ഗ്രാവിറ്റി കൊണ്ട് കറക്കി അല്ലെങ്കിൽ ടൈം കൊണ്ട് ചേൺ ചെയ്ത് എന്തോ ചെയ്താൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന വെള്ളം വെളിയിലോട്ട് വരുമെന്നും അവിടെ ലൈഫ് ഉണ്ടാക്കാൻ പറ്റുമെന്നും അവർ മനസ്സിലാക്കി. അവരൊരു ആസ്ട്രോയിഡിനെ ടെറാഫോം ചെയ്ത 2 സ്പീഷീസ് കൂടി ചേർന്ന് ടു സ്പേസ് ഫെയറിംഗ് സ്പീഷീസ് ചേർന്ന് ഒരു ആസ്ട്രോയിഡിനെ അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിനെ ടെറാഫോം ചെയ്ത കഥയാണ് അവർ പറയുന്നത്. How does we know this? How does we know this is because of obvious reasons. The Draco, the constellation, churning dippers, asuras, devas, മറ്റേ എന്താ പറയുന്നത്, ശുക്രൻ ഒരു സ്ഥലത്ത് നിന്ന് ഓർഡർ കൊടുക്കുന്നു, ബൃഹസ്പതി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓർഡർ കൊടുക്കുന്നു. ദീസ് ആർ നോട്ട് ലൈസ്. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചതിന് ശേഷം, നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഇത് കാവ്യവും പോയവും അല്ല, ഇത് സയൻസാണ് നമ്മൾ മനസ്സിലാക്കിയില്ലേ. അതുപോലെ നമ്മളെ തൊടാൻ സമ്മതിക്കാത്തൊരു സാധനമാണ് ഒറിജിൻ സ്റ്റോറി. ഞാനും ഇവനും പറയുന്നത് പൊട്ടത്തരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു അല്ലെങ്കിൽ തോന്നുന്നുവെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പാർലമെന്റിൽ എന്തിനവരിത് കുത്തിവെച്ചു? ഇത് നമ്മൾ മാത്രം മനസ്സിലാക്കി. ദിസ് ഈസ് പാർട്ട് ഓഫ് അവർ വേദിക് കൾച്ചർ. നമ്മളുടെ വേദിക് കൾച്ചറിൽ നിന്ന് നമ്മളുടെ ഭൂമിയുടെ ഒറിജിൻ സ്റ്റോറി എടുത്ത് ന്യൂഡൽഹിയിലെ പുതിയ പാർലമെന്റിന്റെ നടുക്ക് കുത്തിവെച്ചേക്കുക. അതൊരു കോയിൻസിഡൻസ് ആണോ? നോ, ഓഫ് കോഴ്സ്. ഇനി അത് മാത്രമല്ല, ഇനി ഇതിനകത്ത് അമൃത വന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം വന്നു. ഈ 14 രത്നാസ് വന്നു. 14 രത്നാസ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ പാറയുടെ അടിയിൽ നിന്ന് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ചേണിങ് ചെയ്ത് ആദ്യമേ ടോക്സിക് ഗ്യാസുകൾ വന്നു, റേഡിയേഷൻ വന്നു. അത് കഴിഞ്ഞ് ചന്ദ്രൻ എന്തോ പൊട്ടിത്തെറിച്ച് മുകളിലോട്ട് പോയി. അതിനെ ആരോ എടുത്ത് മുകളിൽ വെച്ചു. ഇത് ഞാൻ പറയുന്ന കറക്റ്റ് ആണെങ്കിൽ ദേ വേർ സ്പീഷീസ് ഹൂ കുഡ് ടെറാഫോം പ്ലാനറ്റ്സ്. അത് കഴിഞ്ഞ് ഇവർ ചേൺ ചെയ്ത് വെള്ളം വെളിയിൽ വരുത്തി. വെള്ളം അകത്തുണ്ടെന്നും വെളിയിൽ വന്നതാണെന്നും ഇപ്പം നമ്മുടെ സയൻസ് കണ്ടുപിടിച്ചു. ഭൂമിയുടെ മുകളിലുള്ള വെള്ളം താഴോട്ട് പോകുന്നതല്ല എന്നും ഭൂമിക്ക് അടിയിലുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് വരുന്നതാണ് കടലെന്നും ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. അത് ഇടയ്ക്ക് താഴോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് മരുഭൂമി എന്നും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ 2 പോഡ്കാസ്റ്റിന് മുന്നത്തെ പോഡ്കാസ്റ്റിൽ ഞാൻ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് ഉൾപ്പെടെ കാണിച്ചതാണ്. ഭൂമിയുടെ അടിയിൽ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച 1 ക്വാർട്ടറിലെ വെള്ളം നമ്മൾ അളന്നു. ആ അളന്ന വെള്ളം ഈസ് ഇനഫ് ടു ഫിൽ ദ ഹോൾ എർത്ത് 4 times. മനസ്സിലായോ? എന്തോരം വെള്ളം ഇതിനകത്തുണ്ടെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ അറിയാവോ? യൂറോപ്പ എന്ന് പറയുന്ന ജൂപ്പിറ്ററിൻ്റെ മൂണിനകത്ത്
വെള്ളമുണ്ടെന്നും അതിനെ ഗ്രാവിറ്റി വെച്ച് അതിൻ്റെ സ്പീഡ് കൂട്ടിയാൽ 40-50 ഇയേഴ്സ് കഴിയുമ്പോൾ ആ വെള്ളം സർഫസിലോട്ട് വരുമെന്നും അവിടെ നമുക്ക് ലൈഫ് തുടങ്ങാൻ പറ്റുമെന്നും നാസയുടെ യൂറോപ്യൻ മിഷൻ റിപ്പോർട്ടിലുണ്ട്. മനസ്സിലായോ കളി എങ്ങോട്ടാ പോകുന്നതെന്ന്? We are not inventing anything. We are just copying from our gods. We are only rediscovering. എന്ന് പറഞ്ഞാല് ജൂപ്പിറ്ററിന്റെ മൂണാണ്. ജൂപ്പിറ്റർ ആണെന്നാണ് എൻ്റെ 99%. യൂറോപ്പ എന്ന് പറയുന്ന പ്ലാനറ്റിനകത്ത് ഐസായി കിടക്കുന്ന വെള്ളം. മൂൺ ഈസ് ബിഗർ, ഓൾമോസ്റ്റ് ദ സെയിം as എർത്ത്. എർത്തിന്റെ അത്രയുണ്ട്. നമ്മളും ഒരു മൂണാണ്, സൂര്യന്റെ മൂണാണ്. മൂണെന്ന് പറയുമ്പം അങ്ങനെ നീ കാണരുത്. ഒരു ബോഡിയെ ഓർബിറ്റ് ചെയ്യുന്ന എന്തോ അത് മൂണാണ്. നമ്മൾ ഭൂമി ഒരു മൂണാണ്, സൂര്യന്റെ മൂണാണ്. സൂര്യൻ മിൽക്കി വേ ഗാലക്സിയുടെ ഒരു മൂണാണ്. അപ്പോ ആ മൂണിനകത്ത് ഐസായിട്ട് ലിക്വിഡ് ക്രിസ്റ്റൽ ആയിട്ട് വെള്ളം ഉണ്ടെന്നും അതിന്റെ ഗ്രാവിറ്റേഷൻ അലോമലീസ് നമുക്ക് മുതലെടുത്താൽ അതിന്റെ സ്പിൻ കൂട്ടാനും ഐസ് പെട്ടെന്ന് ഉരുകി വെളിയിൽ വരാനും എന്നിട്ട് നമുക്ക് അതിന്റെ സ്പിൻ കുറച്ചാൽ ഭൂമിയെക്കാട്ടിയും കൂടുതൽ വെള്ളം, ഫ്രഷ് വാട്ടർ അവിടെ കിട്ടുമെന്ന് ആണ് നാസയുടെ യൂറോപ്പ മിഷൻ റിപ്പോർട്ട് പറയുന്നത്. How do they know this? മേ ബി അവര് സമുദ്രമന്ത്രം അയച്ച് പഠിച്ചു കാണും, അല്ലാതെ എങ്ങനെയാണ്? പക്ഷേ നമുക്ക് ഇതുവരെ ഗ്രാവിറ്റി ഓൾട്ടറിംഗ് ടെക്നോളജി ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഇതുവരെ ഇല്ല. പക്ഷേ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് ഉണ്ടായിരുന്നു എന്ന് നമ്മളെ ചന്ദ്രനെ പറ്റി നിങ്ങളൊരു 10 മിനിറ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എർത്തും സൂര്യനും ഞാൻ പറയുന്നില്ല, ഭൂമിയും ചന്ദ്രനും എഞ്ചിനീയർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഫുൾ മൂൺ എപ്പിസോഡ് നിങ്ങൾ വരുന്നുണ്ട്, മിസ് ചെയ്യരുത്. അത് നോ കോൺസ്പിറസി, അടിപൊളിയായിരിക്കും. മൂൺ എഞ്ചിനീയർ ചെയ്ത് ഉണ്ടാക്കിയതാന്ന് പറയാൻ ഞാനും ഒരുപാട് ഞാനും പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ദ സർഫസ്, ദ ഷേപ്പ്, ദ മെറ്റീരിയൽസ്, അതെല്ലാം ഔട്ട് ഓഫ് മിൽക്കി വേ പോലത്തെ സാധനം. എന്നാൽ അടുത്ത എപ്പിസോഡ് നമുക്ക് മൂൺ ചെയ്യാം. ഞാൻ ധാരാളം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചേക്കാണ്. നോ, ഐ വിൽ ഡു ദ മൂൺ നെക്സ്റ്റ് എപ്പിസോഡ്. യു ഹാവ് ലെസ് ദാൻ 10 minutes. ഓക്കെ. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഈ ഇമ്മോർട്ടാലിറ്റിയുടെ ലിക്വിഡ് വെള്ളം വെളി വന്നതിന് ശേഷം വന്നതാണ് 14 രത്നാസ്. 14 രത്നാസ് വന്നു. ആ രത്നാസ് എന്ന് പറയുന്നത് രത്നങ്ങൾ എന്നല്ല, ട്രഷേഴ്സ് വന്നു എന്നാണ് പറഞ്ഞത്. ട്രഷേഴ്സ് ഫോർ എന്താ പറയുന്നത്, അസുരന്മാർക്കും ദേവന്മാർക്കും ആ പാറയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന 14 ജീവന് വേണ്ടിയുള്ള ട്രഷേഴ്സ് എന്തൊക്കെയാണെന്നറിയാമോ? ആദ്യത്തത് കൗസ്തുഭ ജം, കൗസ്തുഭ രത്ന എന്ന് പറയുന്ന രത്നം വന്നു. എന്ന് പറഞ്ഞാല് മെറ്റാലിക് ഓർസിനെ പറ്റിയാണ് അവർ പറയുന്നത്. മിനറൽസ്, മെറ്റൽസ്, എന്താ പറയുന്നത്, നമ്മുടെ ഓറുകൾ, പാറ, അല്ലെങ്കിൽ ഈ ഇതെല്ലാം പാറക്കെട്ടിൽ നിന്ന് അകത്തുനിന്ന് മോൾട്ടൻ ആയിട്ട് വെളി വന്ന് ഈ അണ്ടർ വാട്ടർ വേപ്പർ ചേമ്പേഴ്സ് ഉണ്ട്, അതിൽ കൂടെ അകത്തുള്ള മോൾട്ടൻ മെറ്റൽസ് ചേണിങ് ചെയ്ത് ഉരുകി വെളിയിലോട്ട് വന്ന് ഒരു അറ്റവും മൂലയൊക്കെ കിടക്കുന്നതാണ് നമ്മളുടെ വലിയ ഗോൾഡ് പർവ്വതങ്ങൾ. മനസ്സിലായോ? അതാണ് അവരുടെ വന്നത്. അതുകൊണ്ട് അവർ എഴുതി വെച്ച് വെക്കുന്നത് 14 രത്നങ്ങൾ വന്നു. കൗസ്തുഭ ജം 2 വന്നത് ലക്ഷ്മി ദേവി വന്നു. ലക്ഷ്മി ദേവി ഈസ് ദ ഗോഡ് ഓഫ് പ്രോസ്പെരിറ്റി ആൻഡ് ലൈഫ്. ഗോൾഡ് ഓറും പ്രോസ്പെരിറ്റിനെ പറ്റിയാണ് ലക്ഷ്മി ദേവിയെ പറ്റി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനറ്റിന് അല്ലെങ്കിൽ ഒരു വാല്യൂ നൽകുന്ന എന്തോ ഓക്കെ എന്ന് പറയുന്ന സാധനം വന്നു. അനുനാക്കി കൾച്ചറിലാണല്ലോ ഗോൾഡിന്റെ ഇമ്പോർട്ടൻസ്. ഓഫ് കോഴ്സ് ഈ അനുനാക്കികൾ വന്ന് ഗോൾഡിന് വേണ്ടി ചെയ്തതാണെന്ന് വരെ ഈ തിയറി പറയുന്നുണ്ട്. ഈ ഡീമൺസും അസുരാസും അനുനാക്കീസ് ആണെന്നും, അനുനാക്കീസിനും 2 വാറിംഗ് ട്രൈബ്സ് ആയിരുന്നു. ഒന്ന് എൻകിയുടെ ടീമും ഒന്ന് അനുവിന്റെ ടീമും. ഇവർ രണ്ടുപേരും വേറെ വേറെ രീതിയിലാണ് അപ്രോച്ച് ചെയ്തത്. അവസാനം ചൊറിയായി ഒരു ആള് ശിവന്റെ കൂടെ എൻകിയുടെ കൂടെയും മറ്റേ ആൾ എബ്രഹാമിന്റെ കൂടെയും പോയി. എൻകിയുടെ വന്നവർ ഈസ്റ്റേൺ ഹെമസ്ഫിയറിലെ നാഗ ആരാധനയിലുള്ള, ഡ്രാഗൺ ആരാധിക്കുന്ന ചൈന, നാഗങ്ങളെ ആരാധിക്കുന്ന സർപ്പാരാധനയുള്ള ഇന്ത്യയും സൗത്ത് ഇന്ത്യയും, കംബോഡിയ സർപ്പങ്ങളെ ആരാധിക്കുന്നുണ്ട്, നേപ്പാൾ നാഷണൽ സിമ്പിൾ തന്നെ പാമ്പ, സർപ്പങ്ങളെ ആരാധിക്കുന്ന ഈസ്റ്റ്, ഇനി എബ്രഹാമിനെ അനുവിനെ ആരാധിക്കുന്ന എന്ന് പറഞ്ഞാൽ നാഗങ്ങളെ ഹേറ്റുള്ള
വെസ്റ്റേൺ സിവിലൈസേഷൻ, വെള്ളക്കാര്. ടൈമില്ല, ബാക്ക് ടു ടോപ്പിക്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തൊരു എപ്പിസോഡ് വരാം. അത് നമുക്ക് വരാം. അത് കഴിഞ്ഞ് ലക്ഷ്മി ദേവി വന്നു. അത് കഴിഞ്ഞ് വന്നതാണ് കൽപ്പവൃക്ഷ. കൽപ്പവൃക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് തരാൻ കഴിവുള്ള വൃക്ഷ. വൃക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മരം എന്നാണെങ്കിലും അന്നത്തെ ഇതില് വൃക്ഷ എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ഗ്രാൻഡ്സ് യു മോർ ലൈഫ്, ഫ്രൂട്ട്സ്, ഓക്സിജൻ. ഈ ഫോറസ്റ്റ് ആണ് പറയുന്നത്. കൽപ്പവൃക്ഷങ്ങൾ പതുക്കെ പതുക്കെയാണ് വരുന്നത്. കൽപ്പവൃക്ഷങ്ങൾക്ക് വന്നതിന് ശേഷം വേറൊരു കാര്യങ്ങളും വന്നു, ഐരാവതങ്ങൾ. ഐരാവതങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, എലിഫന്റ്സ് ആൻഡ് ബിഗ് ആനിമൽസ്. മേ ബി ടീറെക്സിനെ ഒക്കെ പറ്റിയായിരിക്കും പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറ്റി ഡീപ്പായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുന്ന ഒരാൾക്ക് പറയാം ഇതൊക്കെ വെറും റബ്ബിഷ്നെസ് അല്ലേ. എന്നാൽ ഇതുപോലെ റബ്ബിഷ്നെസ് ആയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ മെയിൻ സ്ട്രീം സയൻസായി വന്നിട്ടുണ്ട്. സ്വർബാനു എന്ന് പറയുന്ന ഒരു ദൈവത്തിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, ആ അസുരനെ പറ്റി പറയുന്നുണ്ട്. സ്വർബാനുവിനെ പറ്റി പറയുന്നത് വന്ന് സൂര്യനെ വിഴുങ്ങും ചിലപ്പോൾ ദേഷ്യം വരുമ്പോ. സ്വർബാനു എന്നിട്ട് പോവും, കുറച്ചു നേരം വിഴുങ്ങിട്ട് തുപ്പിക്കളയും ഇഷ്ടമല്ലെങ്കിൽ. എന്നിട്ട് കുറച്ച് ആൾ കഴിഞ്ഞിട്ട് ചന്ദ്രനെ വിഴുങ്ങും, എന്നിട്ട് ഇഷ്ടമല്ലെങ്കിൽ തുപ്പിക്കളയും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പയ്യൻ വരും, വരുന്നതിന്റെ സമയമുണ്ട്, വരുന്നതിന്റെ ഇതുണ്ട്. സൊർബാനു ഈസ് ദ ഗോഡ് ഓഫ് എക്ലിപ്സസ്. സൊർബാനു ലൂണാർ എക്ലിപ്സിനെ പറ്റിയും സോളാർ എക്ലിപ്സിനെ പറ്റിയുമാണ് പറയുന്നതെന്ന് 2009 നമ്മളുടെ സ്റ്റഡി സ്ഥിരീകരിച്ചു. And the dates and times were accurate. Yes. അയ്യോ, ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വർഷങ്ങൾക്ക് 10000 വർഷങ്ങൾക്ക് മുമ്പുള്ള കലണ്ടറിൽ നോക്കുമ്പോൾ ടു ദ ഡേറ്റ് സൊർബാനു 345 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ 45ാമത്തെ ദിവസം വന്ന് സൂര്യനെ തിന്നിട്ട് തുപ്പും. ഇവർക്ക് പേടിയാ, സാധാരണ ആളുകൾക്ക് സൊർബാനു ദൈവം വരുന്നു തുപ്പുന്നു. അതുപോലെ തന്നെ അതിനെക്കാട്ടി മുന്നേ ഇതുപോലെ വെറും കെട്ടുകഥകളാന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ ഇപ്പൊ പിന്നെയും മെയിൻ സ്ട്രീം സയൻസ് അംഗീകരിച്ചു. ഇതുപോലെ 2 അസുരന്മാരുടെ കഥകളാണ്, രാഹു അസുരനും കേതു അസുരനും. ചന്ദ്രന്റെ ഒരറ്റത്ത് വന്ന് രാഹു അടിക്കുന്നു, ചന്ദ്രന്റെ ഇപ്പുറത്തെ അറ്റത്ത് വന്ന് കേതു അടിക്കുന്നു. ഇപ്പോ നാസ ഉൾപ്പെടെ നാസയുടെ ഹിന്ദി വെബ്സൈറ്റിൽ നോർത്ത് ലൂണാർ മോഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കാണ് ഇംഗ്ലീഷ് വെബ്സൈറ്റിൽ. ഹിന്ദി ട്രാൻസ്ലേറ്റഡ് വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ നോർത്ത് ലൂണാർ മോഡിന് പകരം രാഹു എന്നാണ് ഇട്ടേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇത് അംഗീകരിച്ചേ പറ്റൂ. കാരണം രാഹുവിനെ പറ്റി, രാഹുകാലമാണ്, നീ ഇപ്പൊ വെളി പോരുത്, രാഹുകാലമാണ് ഇപ്പൊ വെളി പോരുത്. അപ്പൊ ഏതൊക്കെ കാലമാണ് അതൊന്ന് നോക്കി. അപ്പൊ ഇന്ന മാസത്തെ ഇന്നത്തെ തൊട്ട് പോകുന്നു, അത് കഴിഞ്ഞ് അപ്പൊ ഈ മാസമൊക്കെ വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? യെസ്, ലൂണാർ സൈക്കിളിനെ പറ്റിയാണ് ഇത് പറയുന്നത്. ഇനി ഈ മൂൺ അവിടുന്ന് ഇവിടം വരെ വന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സ്ഥലത്തെ പറ്റി വേറൊരു അസുരനെ പറ്റി പറയുന്നുണ്ട്, കേതു. രാഹുവും കേതുവും ഇതെല്ലാം ഈ ചേണിങ് പോലെ ഒരു പൊട്ടക്കഥയാ. വന്ന് സൂര്യനെ തുപ്പിയിട്ട് പോകുന്ന കഥയുടെ നിന്നോട് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ ഒരു രാജാവ് വന്ന് സൂര്യനെ തിന്നുന്നു, സൂര്യനെ അടിയുന്നു, വിഴുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്ക് പുച്ഛം തോന്നൂലേ? അതിനെക്കാട്ടി എത്രയോ കൺവിൻസിങ് ആണ് ഈ സമുദ്രമർദ്ദൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാഹുവിനെയും കേതുവിനും അവര് 5 ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ സമുദ്രവർദ്ധന അവര് 5000 ഇമ്പോർട്ടൻസാണ് കൊടുത്തത്. എവിടൊക്കെ എച്ച് ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം എച്ച് ചെയ്തു. ഏലിയൻസ് വന്ന് പണിഞ്ഞു എന്ന് പറയുന്ന നമ്മളുടെ കൈലാസ ടെമ്പിളിൽ ഉൾപ്പെടെ അതുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിളാണ് അങ്കോർ വാട്ടിന്റെ പാലം കടന്നു പോകുന്നത് സമുദ്രമർദ്ദനിൽ കൂടെയാണ്. ലോകത്തിന്റെ ബിഗിനിങ്ങിൽ കൂടെയാണ് അങ്കോർ വാറിലോട്ട് പോകുന്നത്. അങ്കോർ വാർ എന്ന് പറയുന്നത് ഒരു അമ്പലമല്ല, ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് യൂണിവേഴ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് അങ്കോർ വാറിൽ കയറുമ്പോൾ തുടങ്ങുന്നത് സമുദ്രമർദ്ദനാണ്. ഭൂമി എങ്ങനെ ഉണ്ടായി, അത് കഴിഞ്ഞ് രാഹുവിന്റെ കഥയുണ്ട്, അത് കഴിഞ്ഞ് കേതുവിന്റെ കഥയുണ്ട്, അത് കഴിഞ്ഞ് സൂര്യന്റെ കഥയുണ്ട്. ഇതെല്ലാം പണിഞ്ഞു വെച്ച് അതിലാണ് പറയുന്നത് ചില അമ്പലങ്ങളിൽ പോകുമ്പം ഇവിടം തൊട്ട് ഇവിടെ പോയിട്ട് അവിടെ പോയിട്ട് ഇവിടെ കറങ്ങിയിട്ട് മറ്റിടം വലം. ഇറ്റ് ഈസ് എ സ്റ്റോറി. എല്ലാ മതിലും അവിടെ ആളുകൾ നിന്ന് ഡാൻസ് കളിക്കുന്നു, സാധനങ്ങൾ കാണുന്നു, 2-3 ഉണ്ട കാണുന്നു. അതെല്ലാം ഈ ക്രൊണോളജിക്കലായിട്ട് കാണുമ്പോഴാണ് ഭൂമിയുടെ തുടക്കം മുതൽ ഭൂമി അന്ന് അന്ന് വരെ പണിഞ്ഞു വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ടും നമ്മളുടെ ടൈം ലൈൻ കഴിഞ്ഞിട്ടും പിന്നെയും കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ്
മായൻ കലണ്ടർ പ്രഡിക്ഷൻ. അതൊരു വൻ സംഭവം. ഭൂമി എന്ന് അവസാനിക്കും എന്നുള്ളത് വരെ എഴുതി വെച്ചേക്കുക. Till today, this is damn accurate. Including all the cosmic events. അപ്പൊ 2012 മയൻ കലണ്ടർ തീരുന്നതെന്ന് പറയുന്നത് ഫേക്ക് ആണ് ഗൈസ്. മയൻ കലണ്ടർ ഈസ് എൻഡിങ് ഇൻ ഫ്യൂ 100 years. ഇനിയും കുറച്ച് 100 years ഉണ്ട്. നമ്മുടെ AI ഒക്കെ വന്നാലേ നമുക്ക് ഭൂമിയെ കൊല്ലാൻ പറ്റൂ. അത് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉടനെ എത്തും. നിങ്ങൾ കൽക്കി അല്ലെങ്കിൽ ഹിന്ദു പുരാണ ഇതുപോലൊക്കെയുള്ള വലിയ കാര്യങ്ങൾ വായിക്കുവാണെങ്കിൽ 2 മണിക്കൂർ സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളൊരു സിനിമ കാണുക. ഇവനാണ് റെക്കമെൻഡ് ചെയ്തത്, ദ ക്രിയേറ്റർ. ജസ്റ്റ് ഒന്ന് കാണുക, ചുമ്മാ ഒരു തോട്ട് പ്രോസസ്. And you know the fun fact about Creator? Creatorന്റെ 70-80% was shot on Sony FX3. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെഡിങ് വീഡിയോഗ്രാഫേഴ്സ് ഉപയോഗിക്കുന്നത് തന്നെ. ഓടാ 1.5 കിട്ടും ബോഡി. അതിനകത്ത് എല്ലാം പഠിഞ്ഞ്. ദാറ്റ് ഈസ് ഗുഡ്. അതെന്ന് പറഞ്ഞാൽ സിനിമ ഭയങ്കര മാർവലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനകത്തൊരു സാധനമുണ്ട്. അത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു 2500 പേര് കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കകത്ത് ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്ന ആ സിനിമ വൺ സീൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ പുള്ളി ആ ക്യാമറ ചൂസ് ചെയ്യാൻ എന്താ അറിയോ, പുള്ളി ഹോളിവുഡിനകത്ത് എല്ലാവരുടെ അടുത്ത് അടിയുണ്ടാക്കി ഇറങ്ങിയ ഒരു ഡയറക്ടറാ. അങ്ങാർക്ക് കൺവെൻഷണൽ വേസിൽ ഒന്നും ഫിലിം എടുക്കണ്ട. പുള്ളി അതിനകത്ത് മിക്ക ഷോട്ടും പണം നോക്കിയത് ഭയങ്കര ഗ്രീനി ഫീലാ. അത് രാത്രി ലൈറ്റ് ഒന്നും ഇല്ല. എന്തോ എനിക്ക് $30 million ബഡ്ജറ്റിലോ ഭയങ്കര ബഡ്ജറ്റ് ചുരുക്കി എടുത്ത പടം. വലിയ ആക്ടേഴ്സ് ഒന്നും ഇല്ല അതിനകത്ത്. ആക്ടേഴ്സ് അല്ല, എല്ലാരും കോ പ്രൊഡ്യൂസേഴ്സാ. മറ്റേ മെയിൻ നായകനൊക്കെ കോ പ്രൊഡ്യൂസറാ. അങ്ങനെ എടുത്തൊരു പടമാ. ഇതിനകത്ത് ഡി പി ഒക്കെ മറ്റേ കളർ പാലറ്റ് ഇരുന്ന് ഡിസൈൻ ചെയ്തൊരു പ്രാന്തന്. മനസ്സിലായി. ഇനിയും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുക. സമുദ്രമർദ്ദൻ എല്ലാവരും കേട്ടു. വലിയൊരു പാറക്കകത്ത് 2 ടീം ജോയിൻ ചെയ്യുന്ന കേട്ടു. അടിച്ചു പൊട്ടിക്കുന്നു, ചന്ദ്രൻ പോകുന്നു, അതെല്ലാം കേട്ടു. ഇനി ഒരു 5 മിനിറ്റ് കൂടെ എനിക്ക് വേണം. ഇതേ കഥ വേറൊരു മിത്തോളജിയിലുണ്ട്. ആ മിത്തോളജി മെസപ്പൊട്ടേമിയൻ റിലേറ്റഡ് ആണ്. കാരണം ഹിന്ദു മിത്തോളജിയിലുള്ള എല്ലാം അവിടെ ഉണ്ട്. ഇത് പറയുന്നത് തിയമട്ട് എന്ന് പറയുന്നൊരു വലിയ പാറ ഭൂമിയുടെ ലോകത്തിന്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുക. ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്. ഇത് ഒരു ക്ലാനും വേറൊരു ക്ലാനും കൂടി ലൈറ്റ് ഇയേഴ്സ് ട്രാവൽ ചെയ്ത് ഇതിനു വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന ആർക്കും ഡ്രേക്കോസ് എന്നാ പറയുന്നത്. ഡ്രേക്കോസിനും ഇത് കിട്ടുന്നില്ല. പിന്നെ എന്തുവാ ലിയോഡെൽസോ അങ്ങനെ ഒരു പേരാണ്, ഞാൻ അത് ഇവിടെ കൊടുത്തേക്കാം. 2 ടീമിനും കിട്ടുന്നില്ല. അങ്ങനെ 2 ടീമും കൂടി ഒന്നിച്ച് യുദ്ധം നടത്തി കിട്ടുന്നില്ലാതായി. അവസാനം ഇവർ ഒന്നിച്ചൊരു എഫേർട്ട് എടുത്ത് ഇതിനെ അങ്ങ് പൊട്ടിക്കുക, ടിയാമറ്റിനെ പൊട്ടിക്കുക. ടിയാമറ്റ് എന്ന് പറയുന്ന സാധനത്തിനെ ഡ്രേക്കോ വന്ന് ഇടിച്ച് പൊട്ടിക്കുക, ഡ്രേക്കോ വന്ന് ഇടിക്കുക എന്നാണ് പറയുന്നത്. അത് നമ്മളുടെ ബൈബിളിനകത്തുണ്ട്. ബൈബിളിനകത്ത് ഇതിനെ പറ്റി പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പേരാ. പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. ആ പെൺകുട്ടിയെ ഡ്രാഗൻ വന്ന് വെട്ടി പൊളക്കുക എന്നാണ് പറയുന്നത്. നമ്മളൊരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. അത് ജീസസ് ആണെന്നും ജീസസിന്റെ യുദ്ധമാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ടിയമറ്റിനെ വെട്ടിപ്പൊട്ടിച്ച് പിന്നെ എന്തൊക്കെ ഉണ്ടാവുന്ന അറിയാവോ? എർത്ത് ഉണ്ടാവുന്നു, ഹെവൻ ഉണ്ടാവുന്നു. ടിയമറ്റ് പൊട്ടി എർത്തും ഹെവനും ഉണ്ടാവുന്നു. എർത്തിനെ താഴെയും ഹെവനെ എർത്തിന്റെ മുകളിലും വെക്കുന്നു. അത് കഴിഞ്ഞ് ബാക്കി വരുന്നതാണ് ദി ഹാമേർഡ് ബ്രേസ്ലെറ്റ്. ഹാമേർഡ് ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമേർഡ് ബ്രേസ്ലെറ്റ് ഈസ് എന്തുവാ പറഞ്ഞതെന്ന് അറിയാമോ? ടിയമറ്റിനുണ്ടായ പുതിയ ഹെവനും ടിയമറ്റിനുണ്ടായ പുതിയ എർത്തിനും പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഇടുന്ന ഒരു ബ്രേസ്ലെറ്റാണ്. പക്ഷേ ദ ഹാമേർഡ് ബ്രേസ്ലെറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ചുറ്റും വലയത്തിന് നിൽക്കുന്ന ഒരു ബ്രേസ്ലെറ്റ്. അതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. നിങ്ങൾ അതിനെപ്പറ്റി സെർച്ച് ചെയ്യുക. ടിയമറ്റിൻ്റെ ഇത് ChatGPT-യിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുക. ഹാമേർഡ് ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ആസ്ട്രോയിഡ് ബെൽറ്റിനെ പറ്റിയുള്ള ബന്ധങ്ങൾ നോക്കുക. വെറുതെ സെർച്ച് ചെയ്യുക. നമ്മൾ അധികം ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. ഫണ്ണായിട്ട് കീപ്പ് ചെയ്തു. ആദ്യമേ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ മൂണായിട്ട് വരും. മൂൺ
സോ ഇൻട്രസ്റ്റിംഗ്. മൂണിനെ പറ്റി എനിക്കൊരു 1-2 മണിക്കൂർ സംസാരിക്കാൻ പറ്റണം. ഓഡിയൻസ് റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 മണിക്കൂറില്ലാതെ എനിക്ക് മൂണിനെ പറ്റി ഒന്നും പറയാൻ പറ്റുന്നില്ല. മൂൺ എന്താന്ന് പറഞ്ഞ് തുടങ്ങാൻ എനിക്കൊരു മണിക്കൂർ. ഗൈസ് അത്രയും ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അറിയത്തില്ല അത്രയും ടൈമിൽ വർക്ക് ചെയ്യുമോ, നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളുക. അടുത്ത 2 മണിക്കൂറിൽ മൂൺ ഈസ് ആൻ ആർട്ടിഫിഷ്യൽ മെയ്ഡ് സാധനം എന്ന് ഞാൻ സയൻസ് 1, 2, 3, 4 100 തെളിവ് എത്ര നേരം ഷൂട്ട് ചെയ്യാവോ അത്രയും നേരം ഷൂട്ട് ചെയ്ത് നിങ്ങളെ ഞാൻ കൺവിൻസ് ചെയ്യിപ്പിക്കും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. അത് കാണാൻ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. So guys, it's Sri here. Sri here guys. Bye.